കണ്ണുനീരെന്നു മാറുമോ? വേദനകളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ? വേദനകളെന്നു തീരുമോ? കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീരെന്നു മാറുമോ? വേദനകളെന്നും തീരുമോ? ഇഹത്തിലൊന്നുമില്ലായേ, നേടിയതെല്ലാം മിഥ്യയേ. ഇഹത്തിലൊന്നുമില്ലായേ, നേടിയതെല്ലാം മിഥ്യയേ. പരദേശിയാണുലകിൽ ഇവിടെന്നു മന്യനല്ലോ. പരദേശിയാണുലകിൽ ഇവിടെന്നു മന്യനല്ലോ. കണ്ണുനീരെന്നു മാറുമോ? വേദനകളെന്നു തീരുമോ? പരനേ വിശ്രമനാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളുന്നേ. പരനേ വിശ്രമനാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളുന്നേ. ലേശം താമസം വയ്ക്കല്ലേ, നിൽപ്പാൻ ശക്തി തെല്ലുമില്ലായേ. ലേശം താമസം വയ്ക്കല്ലേ, നിൽപ്പാൻ ശക്തി തെല്ലുമില്ലായേ. കണ്ണുനീരെന്നു മാറുമോ? വേദനകളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ? വേദനകളെന്നു തീരുമോ? കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീരെന്നു മാറുമോ? വേദനകളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ? വേദനകളെന്നു തീരുമോ? നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടായിരിക്കട്ടെ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ
പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിലപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിലപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിലപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപികളാനടിയാരോട് കരുണയും നമസ്യ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാവിടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. തുടർന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. എന്റെ ഏറ്റവും ഞങ്ങളെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള നിമർത്തമറിയമേ തമ്പുരാന്റെ അമ്മയും പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ദൈവമായ കർത്താവേ പാപികളായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കുറ്റങ്ങൾക്കും മോചനം നൽകണമേ. പഴകിയിരിക്കുന്ന ഞങ്ങളെ അന്യായത്തിൽ നിന്ന് കഴുകി വെടിപ്പാക്കണമേ. ഞങ്ങളുടെ ബലഹീനതയോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് ദയവുണ്ടാകണമേ. നിന്റെ കൈകൾ കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ ഞങ്ങളെ നശിച്ചു പോകുവാൻ അവിടുന്ന് സമ്മതിക്കരുതേ. അന്ധകാരമായ ഗർഭപാത്രത്തിൽ ഞങ്ങളെ ആകൃതിപ്പെടുത്തുകയും കൃപയോടെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്ത കർത്താവേ, അനീതികളുടെ അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളെ നിന്നിലേക്കുള്ള പ്രകാശത്തിലേക്ക് നയിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഞങ്ങളോട് കണക്കിടരുതേ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് എതിർത്ത് ഞങ്ങളെ കഠിനമായി മുറിവേൽപ്പിച്ചിരിക്കുന്നു. സമുദ്രത്തിലെ ഓളങ്ങൾ പോലെ ലോകമോദങ്ങൾ ഞങ്ങളുടെ നേരെ കോപിച്ചിരിക്കുന്നു. ഞങ്ങൾ നശിച്ചു പോകുവാൻ നീ സമ്മതിക്കരുതേ. ഉയരത്തിൽ നിന്ന് സഹായങ്ങളെ കൽപ്പിച്ചയച്ച് പാപസമുദ്രത്തിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ. വിളിച്ചിരിക്കുന്ന വിളിക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്ത്യത്തോളം നിന്റെ കൃപയിൽ വിശുദ്ധരും വിശ്വസ്തരുമായി നിലനിൽക്കുവാൻ സഹായിക്കണമേ. കർത്താവേ, ഒരിക്കൽ കൂടി ഈ പരിശുദ്ധമായ അങ്കണത്തിൽ കടന്നു വന്ന് ജീവിതം പ്രാർത്ഥനയ്ക്കും പ്രാർത്ഥന ജീവിതത്തിനുമായി സമർപ്പിച്ച് ജീവിച്ച ഒരു പരിശുദ്ധൻ്റെ ഓർമ്മ പെരുന്നാളിൽ കൂടി വന്നിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ലോകത്തിൽ യഥാർത്ഥമായ ദൈവിക അനുഭവത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ധ്യാനയോഗം ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. നിന്റെ അഭിഷിക്തനിലൂടെ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന സന്ദേശം അവിടുന്ന് നൽകണമേ. അവ കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെയും ഗ്രഹിക്കുവാൻ മനസ്സുകളെയും തീരുമാനങ്ങൾ എടുക്കുവാൻ ഹൃദയങ്ങളെയും തുറക്കണമേ. പലവിധമായ ഭാരങ്ങളാലും പ്രയാസങ്ങളാലും കടന്നു വന്നിരിക്കുന്നവർ സമാധാനത്തോടും ആത്മസംതൃപ്തിയോടും മടങ്ങുവാൻ കൃപയരുളണമേ. തുടർന്നുള്ള ദിവസങ്ങളിലെ പെരുന്നാളിൻ്റെ എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധാത്മാവിനെയും അടക്കം കൂടാതെ മൗത്തപ്പെടുത്തുവാനായിട്ട് തന്നെ. ആമേൻ. ഈ പ്രാർത്ഥനാ യോഗത്തിൽ കടന്നു വന്ന ഏവർക്കും സ്വാഗതം അരുളുന്നതിന് വേണ്ടി അഖിലമലങ്കര സുവിശേഷ സംഘത്തിന്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനനായ ഗീവർഗീസ് ജോൺ അച്ഛനെ സാദരം ക്ഷണിച്ചുകൊള്ളും. ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും വന്ദ്യനായ യോഹന്നാൻ മാർ ക്രിസോസ്റ്റമസ് തിരുമേനി ഇന്ന് ധ്യാനം നയിക്കുന്ന
യോഹന്നാൻ മാർ തെവോദോറസ് തിരുമേനി, ധരണം ഭദ്രാസന സുവിശേഷ സംഘം വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജോൺ കെ വർഗീസ് അച്ഛൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കോർപ്പിസ്കോപ്പ അച്ഛന്മാരെ, റംബ അച്ഛന്മാരെ, വൈദിക സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഏവരുമേ, പരിശുദ്ധനായ പരമല കൊച്ചു തിരുമേനിയുടെ ഓർമ്മ പെരുന്നോടനുബന്ധിച്ച് എല്ലാ വർഷവും അഖില മലങ്കര പ്രാർത്ഥനാ യോഗത്തിൻ്റെ ചുമതലയിലും നിരണം ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ ചുമതലയിലും സംയുക്തമായി ഒരു ദിവസം മധ്യസ്ഥ പ്രാർത്ഥനയും ഉപവാസധ്യാനവും നടത്തുന്ന പതിവുണ്ട്. എല്ലാ വർഷങ്ങളിലും അത് പെരുന്നാളനുബന്ധിച്ചുള്ള വെള്ളിയാഴ്ചകളിലാണ് ക്രമീകരിക്കുന്നത്. ഇന്നും അപ്രകാരം ഈ വെള്ളിയാഴ്ച ഈ ധ്യാനം ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇടയാക്കിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ദീർഘമായ പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, എൻ്റെ ചുമതലയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ഈ യോഗത്തിന് അധ്യക്ഷനായിരിക്കുന്നത് നിരണം ഭദ്രാസന അധിപൻ അഭിമന്യ ഡോക്ടർ യോഹന്നാൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമനസ്സുകൊണ്ടാണ്. പെരുന്നാളിൻ്റെ കൊടിയേറ്റ് മുതൽ പെരുന്നാളിൻ്റെ ക്രമങ്ങൾ തീരുന്ന സമയം വരെയും പരുമലയിൽ തന്നെ താമസിച്ചുകൊണ്ട് ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന വന്യപിതാവാണ് അഭിയൻ തിരുമേനി. ഏത് കാര്യത്തിനും എപ്പോൾ പറഞ്ഞാലും തിരുമനസ്സുകൊണ്ട് യാതൊരു തടസ്സവും കൂടാതെ അതിന് സമ്മതം തരുന്ന ഒരു രീതിയാണ് ഞങ്ങൾക്ക് അനുഭവത്തിലുള്ളത്. ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷനായിരിക്കാൻ നേരത്തെ ക്രമീകരിച്ചിരിക്കുന്നത് അഖില മലങ്കര പ്രാർത്ഥന യോഗത്തിൻ്റെ കേന്ദ്ര പ്രസിഡന്റായിരിക്കുന്ന പിന്നെ എബ്രഹാം മാർ എപ്പിപ്പാനോസ് തിരുമേനിയെയാണ്. തിരുമനസ്സുകൊണ്ട് ഇപ്പോഴും ബാംഗ്ലൂരിൽ അത്യാവശ്യമായി പോകേണ്ടതുകൊണ്ട് ആ വിവരം ക്രിസോസ്റ്റമോസ് തിരുമേനിയെ അറിയിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ ഞാൻ ആ ചുമതല നിർവഹിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസം തന്നത് ഈ തരുണത്തിൽ ഓർത്തുകൊണ്ട് വന്യപിതാവിനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ വളരെ സന്തോഷത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്ന് നമുക്ക് ധ്യാനം നയിക്കുന്നത് കൊട്ടാരക്കര പുനർവ ഭദ്രാസനത്തിന്റെ ചുമതല വഹിക്കുന്ന അഭിമന്യ ഡോക്ടർ യോഹന്നാൻ മാർ തെവോദോറസ് തിരുമനസ്സുകൊണ്ടാണ്. വളരെ ശ്രേഷ്ഠമായി പുതിയ ഭദ്രാസനമായ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തെ നയിച്ചുകൊണ്ട് സഭയുടെ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങ് നൽകുന്ന ശ്രേഷ്ഠ പിതാവാണ് അഭിമന്യ തെവോദോറസ് തിരുമേനി. പ്രാർത്ഥനയോഗത്തിന്റെ കേന്ദ്ര ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ തിരുമേനി ചാർജ് എടുത്തതിന് ശേഷമുള്ള അവിടുത്തെ ഭദ്രാസന പ്രാർത്ഥനയോഗത്തിന്റെ എല്ലാ വാർഷികങ്ങളിലും എന്നെ ക്ഷണിക്കാറുണ്ട്. വളരെയധികം സന്തോഷം എനിക്ക് ഉണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പും ചെമ്മന്തൂർ പള്ളിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ എന്നെ ക്ഷണിക്കുകയുണ്ടായി. തിരുമേനിയുടെ പ്രവർത്തനങ്ങൾ വളരെ ശ്രേഷ്ഠമായി എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് നല്ല ദൂത് നൽകുവാൻ തക്കവണ്ണം ധ്യാനം നയിക്കുന്ന അഭിമന്യ ഡോക്ടർ യോഹന്നാൻ മാർ തെവോദോറസ് തിരുമേനിയെ എല്ലാവരുടെയും നാമത്തിൽ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. ഇന്ന് നമുക്ക് നന്ദി അർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ജോൺ കെ വർഗീസ് അച്ഛനാണ്. അദ്ദേഹം സുവിശേഷ സംഘത്തിന്റെ നിരണം ഭദ്രാസന വൈസ് പ്രസിഡന്റാണ്. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സഹായകമായി അച്ഛനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. ഇവിടെ കടന്നു വന്നിരിക്കുന്ന വന്ദനായ എബ്രഹാം കോർപ്പിസ്കോപ്പ അച്ഛൻ, വന്ദനായ ജോസഫ് റംബാച്ചൻ, അതോടൊപ്പം തന്നെ പ്രാർത്ഥനായോഗത്തിൻ്റെ കേന്ദ്ര ചുമതല വഹിക്കുന്ന എന്നോടൊപ്പം കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട കുരുവിള മാത്യു അച്ഛൻ, ബഹുമാനപ്പെട്ട ജോസഫ് മാത്യു അച്ഛൻ, ഈ വൈദിക ശ്രേഷ്ഠമുള്ള നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട രാമച്ചൻ അച്ഛനും ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനായോഗത്തിൻ്റെ ചുമതല വഹിക്കുന്ന അനേകം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി കടന്നു വന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഈ ധ്യാന യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ മാധുര്യമേറിയ യേശുനാഥ, തൃപാദ സവിതെ കടന്നു വന്ന അടിയാരെ തൃക്കൺ പാർക്കണമേ. തിരുവചനം ശ്രദ്ധയോടെ കേൾക്കുവാനും കേട്ടതിനെ മനനം ചെയ്ത് ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനും ഉൾക്കൊണ്ടതിനെ ജീവിതത്തിൽ ആവിഷ്കരിക്കുവാനും തക്കവണ്ണം
അവിടുത്തെ പരിശുദ്ധാത്മശക്തിയും കൃപയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് അവിടുത്തെ കൃപയോടെ ഞങ്ങൾ യാചിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾ തിരുസന്നിധിയിൽ ഇപ്പോൾ ആയിരിക്കുന്നത് പോലെയല്ല ഞങ്ങളിവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ആകേണ്ടത്. ജീവിതത്തിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുവാനും തിരുനാമ മഹത്വത്തിന് വേണ്ടി ജീവിച്ച് ഞങ്ങളുടെ ജീവിത മുഖാന്തരം പരിശുദ്ധന്മാരെ പോലെ അങ്ങേ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ എല്ലാവരെയും പ്രാപ്തരാക്കണമേ എന്ന് യാചിക്കുന്നു. ഇത്രത്തോളം പരിപാലിച്ച കൃപയ്ക്കായി നിന്നെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ബലഹീനരാ ഞങ്ങളോട് കൂടെ ഇരുന്ന് സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. അഭിവന്യ ക്രിസോസ്റ്റമസ് തിരുമേനി, വന്യവൈദിക ശ്രേഷ്ഠതയെ കർത്താവിനാൽ അനുഗ്രഹീതരെ, പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധമായി നടക്കുന്ന ഈ ധ്യാനയോഗത്തിൽ വന്ന് സംബന്ധിക്കുവാനും തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളുമായി പങ്കിടുവാനും ലഭിച്ച സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ തിരുവചന കേൾവി, ഈ ധ്യാനയോഗം നമുക്ക് നഷ്ടമായി പോവാതെ ആത്മീയ ജീവിതത്തിൽ അല്പമെങ്കിലും ലാഭകരമായി തീരുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് അനുസ്യൂതമായ പ്രാർത്ഥനയോടെ ഇതിൽ സംബന്ധിക്കണം എന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു. പരിശുദ്ധ പരിമല തിരുമേനിയുടെ അനുസ്മരണ അയവിറക്കുന്ന ഈ സന്ദർഭത്തിൽ ആമുഖമായി ഒരു കാര്യം ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധന്റെ പെരുന്നാൾ ആഘോഷം, അനുസ്മരണ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ അനുഭവമാക്കി പരിണമിപ്പിക്കുവാൻ കഴിയാതെ പോകുന്നുവെങ്കിൽ കേവലം ഒരനുഷ്ഠാനമായി മാത്രം അത് അധപ്പതിച്ചു പോകും എന്നുള്ളത് നാം തിരിച്ചറിയണം. ഒരു പ്രൊമിയനായിൽ പരിശുദ്ധന്മാരെ കുറിച്ചുള്ള പെരുന്നാൾ ആഘോഷത്തിലെ പ്രൊമിയനായിൽ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, അവർ നിനക്കിഷ്ടരായി ജീവിച്ചതുപോലെ, നിന്നെ പ്രസാദിപ്പിച്ചതുപോലെ ഞങ്ങളും നിനക്കിഷ്ടന്മാരായി നിന്നെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിലൂടെ സാധ്യമാകണമേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. നമ്മുടെ പെരുന്നാൾ ആഘോഷത്തിൻ്റെയും അതിൽ ഉൾക്കൊള്ളുന്നതിൻ്റെയും ലക്ഷ്യം ഇതായിരിക്കണം. പരിശുദ്ധ പരിമല തിരുമേനി ദൈവത്തെ പ്രസാദിപ്പിച്ചു, ദൈവത്തെ മഹത്വീകരിച്ചു. ആ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ച് ദൈവത്തെ പോലെ ആയിത്തീരുവാനുള്ള സാധ്യതയുടെ പരമോന്നതമായ അനുഭവത്തിലേക്ക് വളർന്നതുപോലെ നമ്മളും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും ദൈവീകരണ പ്രക്രിയയിൽ വളർന്നുകൊണ്ടിരിക്കുന്നവരുമായി തീരുവാൻ സഹായിക്കുന്ന രംഗവേദിയായി ഈ പെരുന്നാൾ ആഘോഷം പരിണമിക്കുന്നില്ല എങ്കിൽ ഈ ആഘോഷങ്ങൾക്ക് അർത്ഥപൂർണത കൈവരിക്കാൻ കഴിയുകയില്ല എന്ന പരമാർത്ഥം നാം വിസ്മരിപ്പാൻ തക്കവണ്ണം ഇടയാവരുത്. അതുകൊണ്ട് അനുസ്മരണകളെ അനുഭവങ്ങളാക്കി തീർക്കണം. ഈ അനുസ്മരണ എന്ന് പറയുന്നത് കേവലം കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു പരിശുദ്ധനെ ഇന്ന് സ്മൃതിപഥത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല അനുസ്മരണയുടെ അർത്ഥം. അനുസ്മരണ എന്ന് പറയുന്നത് ഒരു അന്വേഷണമാണ്. ഈ അന്വേഷണം ആരെ നാം അനുസ്മരിക്കുന്നുവോ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്കും ജീവിത ശൈലിയിലേക്കും ജീവിത സംസ്കാരത്തിലേക്കും ജീവിത ദർശനത്തിലേക്കുമുള്ള ഒരു അന്വേഷണമാണ്. ഈ അന്വേഷണം ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ നാം നടത്തുമ്പോൾ ആ വ്യക്തിത്വത്തിൽ തിളങ്ങി നിന്ന ദൈവികമായ ചൈതന്യത്തിന്റെ അനുഭവങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുവാനും അവരെ പോലെ വിശുദ്ധിയുടെയും സുഹൃത ജീവിതത്തിന്റെയും അവകാശികളായി പരിണമിക്കുവാനും നമുക്ക് കഴിയും. അങ്ങനെ അനുസ്മരണയെ അനുഭവമാക്കി തീർക്കുവാൻ നമുക്ക് ഈ പെരുന്നാൾ മൂലം സാധ്യമാക്കി തീരട്ടെ എന്ന ആമുഖ ആശംസയോടെ ഈ ധ്യാന പ്രസംഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. നമ്മെ ഏവരെയും സ്നേഹിക്കുകയും നാം അത്യധികമായി സ്നേഹിക്കുകയും ചെയ്ത നമുക്കേവർക്കും പ്രിയങ്കരനായ അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ ജീവിതത്തിലെ ഒരു സംഭവം ഓർപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. ദശാബ്ദങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ സഹോദരൻ ജോഷുവ കുട്ടിച്ചായൻ അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമർ പിടിപെട്ടു. രോഗം മൂർച്ഛിച്ചു, മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. വൈദ്യശാസ്ത്രം വിധിയെഴുതി ഈ മനുഷ്യൻ ഇനി ജീവിക്കുകയില്ല എന്ന്. എന്നാൽ
റെയിൽവേയിൽ നല്ല ഉന്നതമായ ഉദ്യോഗം വഹിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാരും അതുപോലെ ചാർച്ചക്കാരും എല്ലാം ബോംബെയിലെ പ്രസിദ്ധമായൊരു ഹോസ്പിറ്റലിൽ ഓപ്പറേഷന് വിധേയനാക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തു. ആ പ്രത്യേക ദിവസം ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷന് വിധേയനാകുവാൻ അദ്ദേഹത്തെ കിടത്തിയിരിക്കുകയാണ്. വൈദ്യശാസ്ത്രം നേരത്തെ വിധി എഴുതി കഴിഞ്ഞു, ഈ മനുഷ്യൻ ജീവിക്കുകയില്ല എന്ന്. അത്രമാത്രം വഷളായിരിക്കുകയാണ് രോഗം. എം ബി ജോർജനാണ് ഒസ്താത്യ സിനിമ എന്ന അച്ഛനാണ് എം ബി ജോർജൻ. എല്ലാവരും പുറത്ത് നിർനിമേഷതയോടുകൂടി വിഷാദത്തോടുകൂടി നിൽക്കുകയാണ്. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ജഡം ഇപ്പോൾ വരും, കൊണ്ടുപോകാം എന്നാണ്. ഇങ്ങനെ നിർനിമേഷതയോടുകൂടി നിൽക്കുന്ന നിമിഷത്തിൽ എം ബി ജോർജൻ തൻ്റെ സന്തത സഹചാരിയായ ബൈബിൾ കയ്യിലെടുത്ത് അദ്ദേഹം വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു ഭാഗം എടുത്തു വായിച്ചു. അദ്ദേഹം വായിച്ച വേദഭാഗം 46-ാം സങ്കീർത്തനമാണ്. പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും നെടുവീർപ്പിന്റെയും നടുവിൽ ആശ്വാസത്തിന്റെ ധാര പകർന്നു കൊടുക്കുന്ന സങ്കീർത്തനം അദ്ദേഹം വായിക്കുവാൻ തുടങ്ങി. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദി ഉണ്ട് എന്ന് വായിച്ച ശേഷം അദ്ദേഹം വേദപുസ്തകം മടക്കി. അവിടെ കൂടിയിരുന്ന എല്ലാവരോടുമായി എം ഇ ഓറച്ചൻ പറഞ്ഞു, നിങ്ങൾ ആരും വിഷമിക്കരുത്. ജോഷുവ കുട്ടി ജീവനോടെ വെളിയിൽ വരും, മരിച്ചു പോകുകയില്ല, ഓപ്പറേഷൻ വിജയകരമാകും. വൈദ്യശാസ്ത്രം വിധി എഴുതിയെങ്കിലും ദൈവശാസ്ത്രം അതിന് വിപരീതമായി വിധി എഴുതുവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ആത്മധൈര്യത്തോടെ അവിടെ കൂടിയ സർവരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അന്നത്തെ ആ ഒരു നിമിഷത്തിൽ അപ്രകാരം ആത്മധൈര്യത്തോടെ പറയണമെങ്കിൽ ദൈവാത്മ പ്രേരണയില്ലാതെ ഒരുത്തിന് പറയാൻ സാധ്യമല്ല. കാരണം വൈദ്യശാസ്ത്രം വിധി എഴുതി കഴിഞ്ഞു, ഇയാളിനെ ഇനി കിട്ടുകയില്ല എന്ന്. അത്ഭുതകരെന്ന് പറയട്ടെ, വൈദ്യശാസ്ത്രം മരണം വിധി എഴുതിയ വ്യക്തി സൗഖ്യം പ്രാപിച്ച് പിന്നീട് 32 വർഷക്കാലം ജീവിച്ചു. മഹാത്ഭുതം തന്നെ. ഞാനിവിടെ ഓർപ്പിച്ചത്, അവിടെ ഒരു നദി ഉണ്ടായിരുന്നു. ആ നദിയാണ് എം ബി ജോർജനെ ശക്തീകരിച്ചത്. ആ നദിയുടെ പ്രവാഹം ജോഷുവ കുട്ടിച്ചാനെ പരിപൂർണ സൗഖ്യത്തിലേക്ക് നയിക്കുമെന്നുള്ള വിശ്വാസമുണ്ടായിരുന്നു. ആ നദി ദൈവത്തിന്റെ കൃപയാണ്. ആ നദി പരിശുദ്ധാത്മാവാണ്. ആ നദി ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അനുസ്യൂതമായി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹമാരിയുടെ അംശം ആത്മാവിൽ തെരതല്ലുമ്പോൾ വിഷാദിച്ചിരിക്കുന്ന മനസ്സുകളെ സന്തോഷപൂർണമാക്കുവാൻ തക്കവണ്ണം സാധിക്കും. എത്ര രോഗമാണെങ്കിലും അതിനെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കും. ഈ അത്ഭുതകരമായ സംഭവം അനുസ്മരിപ്പിച്ചത് അത്ഭുതകരമായ ഒരു നദിയെക്കുറിച്ച് നിങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടിയാണ്. ഈ അത്ഭുതകരമായ നദി ഏതാണ്? യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ അത്ഭുതകരമായ ഒരു നദിയെക്കുറിച്ച് പറയുന്നുണ്ട്. ധാരാളം നദികളെക്കുറിച്ച് വേദപുസ്തകത്തിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ അതിലെല്ലാം അത്ഭുതകരമായി നാം കാണുന്ന ഒരു നദിയാണ് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തിലെ നദി. ഞാനത് ഒന്ന് വായിക്കുന്നു. അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ. ആ വെള്ളം ആലയത്തിന്റെ വലത്ത് ഭാഗത്ത് കീഴെ നിന്ന് യാഗപീഠത്തിന് തെക്ക് വശത്തായി ഒഴുകി. അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്ത് കൊണ്ടുവന്ന് പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തിക്കൊണ്ടുപോയി. വെള്ളം വലത്ത് ഭാഗത്ത് കൂടി ഒഴുകുന്നു, അത് ഞാൻ കണ്ടു. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു. 1000 മുഴം അളന്നു എന്നെ വെള്ളത്തിൽ കൂടി നടക്കുമാറാക്കി. വെള്ളം നരിയാണയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം മുട്ടോളവും ആയി.
അവൻ പിന്നെയും 1000 മുഴം അളന്നു എന്നെ കടക്കുമാറാക്കി. വെള്ളം അരയോളവും ആയി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, അതെനിക്ക് കടപ്പാൻ വയ്യാത്ത ഒരു നദിയായി. വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു നദിയായി തീർന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, കണ്ടുവോ എന്ന് ചോദിച്ചു. പിന്നെ അവൻ എന്നെ നദീതീരത്ത് മടങ്ങിച്ചെല്ലുമാറാക്കി. ഞാൻ മടങ്ങിച്ചെന്നപ്പോൾ നദീതീരത്ത് ഇക്കരയും അക്കരയും അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അവൻ എന്നോട് അരുളി ചെയ്തത്, ഈ വെള്ളം കിഴക്കേ ഗലീലയിലേക്ക് പുറപ്പെട്ട് അരാബയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. ഒഴുകിച്ചെന്ന് വെള്ളം കടലിൽ വീണിട്ട് അതിലെ വെള്ളം പഥ്യമായി തീരും. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെയ്യുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ഈ അത്ഭുത നദിയുടെ ദർശനത്തിലൂടെ ചില ചിന്തകൾ നമ്മുടെ ആത്മീയ ജീവിതവുമായി താരതമ്യപ്പെടുത്തിയും പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തിയും ചിന്തിക്കുവാൻ തക്കവണ്ണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യെഹെസ്കേൽ പ്രവാചകൻ യെഹെസ്കേൽ എന്ന വാക്കിന്റെ അർത്ഥം ഗോഡ് സ്ട്രെങ്തൻസ് എന്ന, ദൈവം ശക്തീകരിക്കുന്നു എന്നാണ്. ഏലിയാവ് എന്ന വാക്കിന്റെ അർത്ഥം ഗോഡ് ഈസ് മൈ സ്ട്രെങ്ത്, ദൈവം എൻ്റെ ബലം എന്നാണ്. ദൈവം ശക്തീകരിക്കുന്നു എന്നത് യെഹെസ്കേൽ എന്ന വാക്കിന്റെ അർത്ഥമാണെങ്കിൽ, ഏലിയാവ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം എന്നെ ശക്തീകരിക്കുന്നു എന്നാണ്. ഇവിടെ ദൈവം എൻ്റെ ബലമാണെന്ന് വിശ്വസിക്കുന്നവനെ ദൈവം ശക്തീകരിക്കും. പരിശുദ്ധ പരിമല തിരുമേനി തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും ഹൃദയാന്തരങ്ങളിൽ അനുസ്യൂതം സ്മരിച്ച ഒരു വാക്യമാണിത്. ദൈവം എൻ്റെ ബലം, ദൈവം എന്നെ ശക്തീകരിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ദൈവം ശക്തീകരിക്കുന്നു എന്നുള്ള വിശ്വാസത്തിൽ അദ്ദേഹം ആയിരുന്നത് കൊണ്ടാണ് ദൈവശക്തിയിൽ അദ്ദേഹം വളരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഈ ലോകത്തിന്റെ യാതൊന്നും നമ്മെ ശക്തീകരിക്കുകയില്ല. നമുക്ക് ശക്തി പകരുന്നുവെന്ന് പറയപ്പെടുന്ന സമ്പത്താണെങ്കിലും ബന്ധുമിത്രാദികളാണെങ്കിലും ആരോഗ്യമാണെങ്കിലും എല്ലാം ഈ ലോകത്ത് നിശേഷം നീങ്ങിപ്പോകുന്നതാണ്. എന്നാൽ നിലനിൽക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ദൈവം. ആ ദൈവം എന്നെ എപ്പോഴും ശക്തീകരിക്കുന്നവനാണ് എന്ന ഉറച്ച വിശ്വാസം നമ്മൾ പുലർത്തുന്നുവെങ്കിൽ ദൈവം നമ്മെ ശക്തീകരിക്കാൻ തക്കവണ്ണം സന്നദ്ധനായി നമ്മോട് കൂടെയുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകണം എന്ന് പ്രത്യേകമായി ഓർപ്പിക്കട്ടെ. ഈ യെഹെസ്കേൽ പ്രവാചകൻ ജീവിച്ച കാലയളവ് BC 6-ാം നൂറ്റാണ്ടിലാണ്. BC 597 ബാബേലിലേക്ക് അടിമയായി കൊണ്ടുപോകപ്പെട്ടു. ടെൽ ആബീബ് എന്ന ഗ്രാമത്തിൽ താമസമാക്കി. 5 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ ദൈവം പ്രവാചകനായി വിളിച്ചു. 30-ാം വയസ്സിൽ പ്രവാചകനായി വിളിച്ചു. 22 വർഷക്കാലം തൻ്റെ ജീവിതത്തിൽ ഈ ദൗത്യം നിറവേറ്റി. ഇപ്രകാരം ജീവിച്ച ഈ പ്രവാചകന്റെ ഈ ദർശനത്തിലൂടെ ഉള്ള ചില സംഗതികളാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രവചനം എന്തിനു വേണ്ടിയുള്ളതായിരുന്നു എന്ന് ചിന്തിച്ചാൽ, പ്രവാസത്തിലുള്ള ദൈവജനത്തിന്റെ മാനസാന്തരമായിരുന്നു ഈ പ്രവചനത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. പ്രവാസത്തിലുള്ള ദൈവജനത്തിന്റെ മാനസാന്തരം ഇന്നും നമ്മളെ ഓർപ്പിക്കുന്ന ഒരു സംഗതിയാണിത്. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ പരദേശികളും പ്രവാസികളുമാണ് എന്നവിടെ പറയുന്നുണ്ട്. ഓരോ വിശ്വാസിയും ഓരോ മനുഷ്യനും പ്രവാസത്തിലാണ് ജീവിക്കുന്നത്, പരദേശിയാണ് ജീവിക്കുന്നത്. സ്വന്തം നാട് ഇവിടെയല്ല, താൽക്കാലികമായ വാസം മാത്രമേ ഇവിടെയുള്ളൂ. ഇതിനുശേഷം എപ്പോഴോ എങ്ങനെയോ എവിടെയോ നാം കടന്നു പോകുന്നത് നമുക്കറിഞ്ഞുകൂടാ. നാം പോകുന്നത് സ്വന്തം നാട്ടിലേക്കാണ്. ആ സ്വന്തം നാടിനെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കുവാൻ കഴിയുമ്പോൾ മാത്രമാണ് പരിശുദ്ധ പരിമല തിരുമേനിയെപ്പോലെ ദൈവോന്മുഖമായി ജീവിച്ചുകൊണ്ട് ദൈവശക്തിയിൽ വളരുവാൻ സാധിക്കുന്നത്, ആത്മീയ മൂല്യങ്ങളെ കരുപ്പിടിപ്പിക്കുവാൻ സാധിക്കുന്നത്.
മറ്റുള്ളവരുടെ വേദനയിൽ പങ്കാളിത്തം വഹിക്കാൻ സാധിക്കുന്നത്, നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ സാക്ഷ്യത്തിന്റെ ആവിഷ്കാരമായി പരിണമിക്കുന്നത്. ആകയാൽ നാം പരദേശികളും പ്രവാസികളുമാണ് ഈ ലോകത്തിൽ എന്ന തികഞ്ഞ ബോധ്യത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം നമുക്കിടയാകണം എന്ന് പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. നാം ഒരു ഗീതത്തിൽ പാടുന്നുണ്ടല്ലോ, എന്റെ ദേശം ഈ ഭൂമിയല്ല, അന്യനായി സാധു ഹാമിൻ ദേശം വിട്ടു പോകുന്നു. മേലിനേറൂശലേമെന്നെ ചേർത്തുകൊള്ളുവാനൊരുങ്ങിത്തൻ, മേലിനേറൂശലേമെന്നെ ചേർത്തുകൊള്ളുവാൻ ഒരുങ്ങിത്തൻ, ശോഭയേറും വാതിലുകൾ എനിക്കായിട്ടുയർത്തുന്നു. ശോഭയേറും വാതിലുകൾ. എന്റെ ദേശം ഈ ലോകമല്ല. എന്റെ എന്റെ സ്വന്തം വീട് പരലോകമാണ്, അദൃശ്യലോകമാണ്. ആ അദൃശ്യലോകമാണ് യഥാർത്ഥമായിട്ടുള്ളത്. ഈ ദൃശ്യലോകം അയഥാർത്ഥമാണ്. ഇതിൽ അല്പകാലം മാത്രമേ വാസമുള്ളൂ. കർത്താവെ, പ്രവാസിയായ ഈ ലോകത്ത് താൽക്കാലികമായി ജീവിക്കുന്ന എന്നെ അദൃശ്യമായ അനശ്വര ലോകത്തിന്റെ പ്രജയാകുവാൻ തക്കവണ്ണം രൂപാന്തരപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് നാം ദൈവത്തോടെ പ്രാർത്ഥിക്കണം. കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനങ്ങൾ അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരം ഒഴിയും, അഴിഞ്ഞു പോകും. എന്നാൽ ശാശ്വതമായ കൂടാരത്തിലേക്കുള്ള പ്രയാണത്തിലാണ് നാം എന്ന ഉത്കടമായ ആ ഒരു വലിയ ആഴമായ ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ നദിയുടെ ആരംഭം എവിടെയാണ്? ഈ നദിയുടെ ആരംഭം എന്ന് പറയുന്നത് ദൈവാലയത്തിൽ നിന്നാണ്, ദൈവസന്നിധിയിൽ നിന്നാണ്. ഇതിന്റെ ഉത്ഭവം പരിശുദ്ധമാണ്. ഈ നദിയുടെ ഉത്ഭവം പരിശുദ്ധ സ്ഥലത്ത് നിന്നാണെങ്കിൽ നിന്റെ ഉത്ഭവം ഇവിടെ നിന്നാണ്. എന്റെയും നിന്റെയും ഉത്ഭവം പരിശുദ്ധ സ്ഥലത്ത് നിന്ന് തന്നെയാണ്, ദൈവത്തിൽ നിന്നും വന്നവരാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു എന്ന്. യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. പക്ഷെ നമ്മളെ എല്ലാം അയച്ചത് ദൈവമാണ്. ദൈവം നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഓരോരോ ലക്ഷ്യത്തിന് വേണ്ടി, ഓരോരോ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചു. വിശുദ്ധ മാമോദിസ റൂസ്മാൽ മുദ്ര കത്തപ്പെട്ട് പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ട് പുത്രസ്വീകാരം പ്രാപ്തമാക്കിയ നമ്മൾ ആ ദൈവത്തിന്റെ ഹിതത്തെ മനസ്സിലാക്കി ജീവിപ്പാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. ഇനി ഈ പിശാചിന്റെ അധിവാസ സ്ഥലമല്ല, ദൈവത്തിന്റെ വകയാകുന്നു എന്ന് മാമോദിസ സമയത്ത് പറയുന്നുണ്ട്. ആ ദൈവത്തിന്റെ വകയായ നിന്നെയും എന്നെയും ദൈവം എപ്പോഴും വീക്ഷിക്കുന്നുണ്ട്. എൻ്റെ മക്കൾ എനിക്ക് പ്രസാദകരമായിട്ടുള്ളതാണോ ചെയ്യുന്നത്, അതോ എന്നെ വേദനിപ്പിക്കുന്നതാണോ ചെയ്യുന്നത്? ദൈവമേ, ജീവിതത്തിൽ വേദനകരമായി, നിനക്ക് വേദനകരമായി ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിന് ഒരു വിരാമം കുറിച്ച് നിന്നെ പ്രസാദിപ്പിക്കുന്ന ജീവിതതലത്തിലേക്ക് ഉയരുവാൻ തക്കവണ്ണം അവിടുത്തെ കൃപയാൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നാം ദൈവത്തോടെ പ്രാർത്ഥിക്കണം. ഈ ദൈവസന്നിധിയിൽ നമ്മൾ ഈ ആലയത്തിൽ നിന്ന് ഒഴുകുന്ന ഈ നദിയെക്കുറിച്ചാണല്ലോ ചിന്തിക്കുന്നത്. ദൈവാലയം എന്ന് പറയുന്നത് ആരാധനാ സ്ഥലമാണ്. ഈ ആരാധനാ സ്ഥലം ഏറ്റവും പവിത്രവും ഏറ്റവും അനുഗ്രഹീതവുമായ സ്ഥലമാണ്. ഇവിടെ നമ്മൾ ദേവാലയത്തിൽ ആരാധന അർപ്പിക്കാറുണ്ട്, ദൈവത്തെ മഹത്വീകരിക്കാറുണ്ട്. സ്വർഗീയ ആരാധനയിൽ വിശുദ്ധന്മാരുടെ ഗണങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട്, തൃത്വ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നു, ആരാധന അർപ്പിക്കുന്നു. എന്നാൽ നിർജീവമായ ദേവാലയത്തിനകത്ത് സ്വർഗീയ ആരാധന അർപ്പിക്കുമ്പോഴും നീ ഒരു കാര്യം മറന്നു പോകുന്നു. ജീവിക്കുന്ന ദേവാലയമായ ഞാൻ എന്നെ വിസ്മരിച്ചു പോകുന്ന ജീവിതം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ടല്ലോ, കൊരിന്ത്യർക്കെതിരെ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം, നിങ്ങൾ ദൈവത്തിന്റെ ആലയമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഇത് നമ്മളെ എപ്പോഴും ഓർപ്പിക്കേണ്ട ഒരു വിഷയമാണ്.
നാം ദൈവത്തിൻ്റെ ജീവനുള്ള ആലയമാണ്. ഈ ദൈവത്തിൻ്റെ ജീവനുള്ള ആലയത്തെ നാം ദൈവത്തിന് പ്രസാദകരമായി അർപ്പിക്കുവാൻ തക്കവണ്ണം ബാധ്യസ്ഥരും കടപ്പെട്ടവരുമാണ്. പത്രോസ് ലീഹായുടെ 12-ാം ലേഖനം 2-ാം വാക്യത്തിൽ പറയുന്നതാണ്, ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി നിങ്ങളുടെ ശരീരങ്ങളെ അർപ്പിപ്പീൻ എന്ന് പറയുന്നുണ്ട്. അപ്രകാരം നമ്മുടെ ഈ ദേവാലയത്തെ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ തക്കവണ്ണം നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നു. ഈ ദേവാലയം ദൈവത്തിന് അർപ്പിതമായി തീരണമെങ്കിൽ ഇത് വിശുദ്ധമായി തീർന്നേ മതിയാവും. അശുദ്ധമായ ഒന്നിനെ ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുവാൻ ഒരുത്തർക്കും സാധ്യമല്ല. വിശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ വിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഓർപ്പിക്കുന്നത്, മകനെ മകളെ, നിന്റെ ജീവനുള്ള ദേവാലയമാകുന്ന ശരീരത്തെ ദൈവത്തിന് യാഗമായി അർപ്പിക്കുവാൻ തക്കവണ്ണം നിന്നെ തന്നെ വിശുദ്ധീകരിക്കുമോ എന്നാണ്. ദൈവമേ, അവിടുത്തെ കൃപയാൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നാം ദൈവത്തോടെ പ്രാർത്ഥിക്കണം. ഈ ദേവാലയത്തിന്റെ ഉമ്മരപ്പടിയിൽ നിന്നും അൾത്താരയുടെ ഭാഗത്തു നിന്നാണ് ഈ നദി ഒഴുകുന്നത്. ഈ ജീവനുള്ള ദേവാലയമാകുന്ന ഈ ശരീരത്തിന്റെ അൾത്താര ഏതാണ്? നമ്മുടെ അൾത്താര എന്ന് പറയുന്നത് ഹൃദയമാണ്. നമ്മുടെ വ്യക്തിത്വത്തിന്റെ കേന്ദ്രമാകുന്ന ഹൃദയമാണ് ഈ അൾത്താര. ഈ അൾത്താരയിലാണ് ദൈവം വസിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത്. ആ ദൈവത്തിന്റെ ആത്മാവിനെ വസിക്കുന്ന ഈ ദേവാലയത്തെ നാം സംശുദ്ധീകരിച്ചുകൊണ്ട് ആ ദൈവാത്മാവിനെ പ്രകാശപൂർണമാക്കുവാൻ, ഉജ്ജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഈ അൾത്താര എന്തിനാണ് ഉപയോഗിക്കുന്നത്? ബലിയർപ്പണത്തിന് വേണ്ടിയാണ്. നമ്മളെല്ലാ ഞായറാഴ്ചയും അതുപോലെ മോറാനായ ദിവസങ്ങളിലും ഒക്കെ ബലിയർപ്പണത്തിൽ പങ്കാളിത്തം വഹിക്കാറുള്ളവരാണ്. എന്നാൽ ഈ ജീവനുള്ള ദേവാലയമാകുന്ന ശരീരത്തിനകത്തെ അൾത്താരയാകുന്ന ഹൃദയത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ബലി അർപ്പിച്ചിട്ടുണ്ടോ? ഇത് വലിയൊരു ചോദ്യമാണ്. നമ്മളിങ്ങനെ നടക്കുകയാണ്, ഓടുകയാണ് ജീവിതത്തിൽ, ജീവനുള്ള ദേവാലയം കൊണ്ട് ഓടുകയാണ്. പക്ഷെ അതിൻ്റെ അൾത്താരയിൽ ആരാധന അർപ്പിക്കാത്തവരാണ് നമ്മളെന്നുള്ളത് തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിന്റെ പരാജയം ഇവിടെയാണ്. നമ്മുടെ ആത്മീയ ശോഷണത്തിന്റെ കാരണം ഇവിടെയാണ്. നമ്മുടെ അധർമ്മത്തിന്റെ കാരണം എവിടെയാണ്? തിന്മയുള്ള ജീവിതത്തിലേക്ക് വഴിപിഴയ്ക്കാനുള്ള കാരണം എവിടെയാണ്? ഈ ലോക സ്വാധീനം ശക്തമാകാനുള്ള കാരണം എവിടെയാണ്? നമ്മുടെ ആധ്യാത്മിക ജീവിതം പരിപുഷ്ടിപ്പെടാത്തതിന്റെ കാരണം എവിടെയാണ്? നമ്മുടെ ഈ ദേവാലയത്തിനകത്തെ ആൾത്താരയിൽ ആരാധന നടക്കുവാൻ ഇടയാകാതെ പോകുന്നു എന്നുള്ളതാണ്. എന്താണ് ഇവിടെ നടക്കേണ്ട ആരാധന എന്ന് പറയുന്നത്? നമ്മുടെ ഹൃദയമാകുന്ന ആൾത്താരയിൽ ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങളാകുന്ന ബലി എപ്പോഴും അർപ്പിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കണം. സ്തുതിസ്തോത്രങ്ങളാകുന്ന ബലി അർപ്പിക്കുന്ന അൾത്താരയാണ് ഹൃദയമാകുന്ന അൾത്താര. അവിടെ അനുസ്യൂതമായി സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ കഴിയുമ്പോൾ നമ്മൾ തന്നെ വിശുദ്ധീകരിക്കപ്പെടുമെന്നുള്ളതാണ് സംശയമില്ല. യേശു നാമം അവിടെ ജപിക്കപ്പെടണം, അവിടെ ഉയർന്നുകൊണ്ടേയിരിക്കണം. സിഖ് മതത്തിന്റെ ഉപജ്ഞാതാവായ ഗുരുനാനാക്ക് ഒരിക്കൽ പറഞ്ഞു, മോക്ഷം നേടുവാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ തീർത്ഥാടനത്തിന് പോകേണ്ട, നിങ്ങൾ അങ്ങനെയുള്ള വലിയൊരു പട്ടിക അദ്ദേഹം നടത്തുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, സത്യനാമം സദായിപ്പോഴും ഉരുവിടുക. അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളോടും യോജിക്കാൻ പറ്റുകയില്ല എങ്കിലും ഈ പറഞ്ഞ കാര്യത്തോട് 100% ഞാൻ യോജിക്കുന്നു. സത്യനാമം സദായിപ്പോഴും ഉരുവിടുക, എന്നാൽ നിങ്ങൾക്ക് മോക്ഷപ്രാപ്തി ലഭിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സത്യനാമം എന്താണ്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നെന്ന് പറഞ്ഞ യേശുവാണ്. ആ യേശുവിന്റെ നാമം നാം നമ്മുടെ ഹൃദയ അൾത്താരയിൽ അനുസ്യൂതമായി ഉരുവിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എബ്രായ ചിന്താഗതിയിൽ നാമത്തിൽ 3 കാര്യങ്ങളുണ്ട്. 1, അത് പ്രതിനിധാനം ചെയ്യുന്ന സ്വഭാവം. 2, നാമത്തിന്റെ ശക്തി. 3, നാമത്തിന്റെ സ്വാധീനം. ഈ 3 കാര്യങ്ങൾ ഒരു നാമത്തിലുണ്ട്. ഒന്നാമത് ഓർപ്പിച്ചത് നാമം പ്രതിനിധാനം ചെയ്യുന്ന സ്വഭാവം. 2, നാമത്തിന്റെ ശക്തി. 3, നാമത്തിന്റെ സ്വാധീനം. നാം എല്ലാ നാമങ്ങൾക്കും മേലായ നാമം യേശുവിൻ നാമം. ആ നാമം ഹൃദയാൾത്താരയിൽ എപ്പോഴും സ്തുതിസ്തോത്രങ്ങൾ യേശുവിനെ അർപ്പിച്ചുകൊണ്ട് നാം ഉരുവിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? യേശുവിന്റെ സ്വഭാവം നമ്മിലേക്ക് വരുന്നു, യേശുവിന്റെ ശക്തി നമ്മിലേക്ക് വ്യാപരിക്കുന്നു, യേശുവിന്റെ സ്വാധീനം നമ്മെ പിടിച്ചു നിർത്തുന്നു. ഇതാണ് നടക്കുന്ന അത്ഭുതം. ഇവിടെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പരിപുഷ്ടിയിലേക്കുള്ള വഴി നാം കണ്ടെത്തേണ്ടത്. യേശുവിന്റെ നാമം എപ്പോഴും ഉരുവിടുന്ന ഒരു ഹൃദയമായി നമ്മുടെ ഹൃദയം തീരുന്നുവെങ്കിൽ നമുക്ക് രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് പരിണമിക്കുവാൻ സാധിക്കും.
ദൈവിക മൂല്യമുള്ള ഒരു ജീവിതത്തിന്റെ അവകാശികളായി പരിണമിക്കുവാൻ സാധിക്കും. അനേകർക്ക് ആശ്വാസം നൽകുന്ന ആശ്വാസത്തിന്റെ ഉറവിടമായി തീരുവാൻ സാധിക്കും. യേശുവിന്റെ സ്വഭാവവും യേശുവിന്റെ ജീവിതത്തിന്റെ സംസ്കാരവും ശൈലിയും ആവിഷ്കരിക്കാൻ സാധിക്കുന്ന സാക്ഷ്യ ജീവിതത്തിന്റെ അവകാശികളായി പരിണമിക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് ഇത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അർത്ഥപൂർണമാക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ യേശുനാമം അനുസ്യൂതമായി ഉരുവിട്ട് ദൈവസ്മരണ അനുസ്യൂതമായി അയവിറക്കിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരു നിമിഷം പോലും ദൈവത്തിൽ നിന്ന് മാറി ജീവിച്ച ഒരു നിമിഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഈ നാമം നമ്മുടെ ഹൃദയത്തിലും ഉരുവിട്ട് ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ നമുക്കും ഇടയാകണം എന്ന് ഓർപ്പിക്കട്ടെ. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. ഹൃദയത്തിന്റെ അൾത്താരയിൽ യേശുവിനെ ആസ്ഥാനസ്ഥനാക്കിക്കൊണ്ട് ആ യേശുവിനെ എപ്പോഴും അനുസ്മരിച്ചുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാവണം. അഭിവന്ദ്യനായ ഉസ്താദ് തിരുമേനി ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന ശേഷം അദ്ദേഹം ആദ്യം എഴുതിയ ഒരു പാട്ടിന്റെ ഇരടി നമുക്ക് ഈ സമയത്ത് ചെല്ലാം. ഈ വാക്യത്തിന്റെ ആത്മാംശം ഉൾക്കൊണ്ട ഇരടിയാണ് ആ ഗീതം. അദ്ദേഹം പാടുന്നു, യേശുവേ എന്റെ ഹൃദയം നിന്റെ രാജധാനിയായി തീരണേ. പാട്, യേശുവേ എന്റെ ഹൃദയം നിന്റെ രാജധാനിയായി തീരണേ. ആശിഷം നൽകി കേടുകൾ പോക്കി രാജാവായി അങ്ങു വാഴണേ. ആശിഷം നൽകി കേടുകൾ പോക്കി രാജാവായി അങ്ങു വാഴണേ. ഞാൻ ഇവിടെ പ്രധാനമായി ഓർപ്പിച്ചത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ യേശുനാമം എപ്പോഴും ഹൃദയത്തിൽ ഉരുവിടണം. അത് നമ്മൾ അഭ്യസിക്കണം. അതിൽ കൂടെ അവകാശിക്കുന്ന ആത്മീയമായ ചൈതന്യവും മൂല്യങ്ങളും ആവിഷ്കരിക്കുന്നവരായി നാം പരിണമിക്കണം എന്നാണ് ഓർപ്പിച്ചത്. ദൈവമേ, നിന്റെ കൃപയാൽ ബലഹീനത ഞങ്ങളെ ആയതിന് ശക്തീകരിക്കണമേ എന്ന് എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇനിയും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ നദിയുടെ ഒഴുക്കിലെ 4 ഘട്ടങ്ങളാണ്. ഈ 4 ഘട്ടങ്ങൾ നാം ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട 4 വസ്തുതകളെക്കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഈ 4 കാര്യങ്ങൾ? ദർശകൻ 1000 മുഴം അളക്കുമ്പോൾ നരിയാണിയോളമായി എന്ന് ആദ്യം അവിടെ പറയുന്നു. എന്താണ് നരിയാണിയോളമായി എന്നുള്ളതിൻ്റെ അർത്ഥം? നരിയാണി എന്തിനാണ് ഉപയോഗിക്കുന്നത്? പടിഞ്ഞാറൻ ദേശത്ത് ജീവിക്കുന്നവർക്ക് നരിയാണിയുടെ പ്രയോജനമറിയാം. ചെളി നിറഞ്ഞ സ്ഥലമാണ്. നരിയാണി ഉറപ്പിച്ച് മാത്രമേ അവിടെ നടക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ തെന്നി വീഴും. നരിയാണി ഉറച്ചു നിൽക്കാനുള്ളതാണ്. ഇത് വിശ്വാസത്തിന്റെ സ്ഥിരതയാണ്. ഈ നരിയാണി എന്ന് പറയുന്നത് വിശ്വാസ സ്ഥിരതയെക്കുറിച്ചാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. വിശ്വാസത്തിൽ ഉറച്ച് നിലനിന്ന് ജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കേണ്ടതിനുള്ള ആഹ്വാനമാണ് പൗലോസ്ലീഹ നമുക്ക് നൽകുന്നത്. ആധുനിക ലോകം ആഗോളവൽക്കരണത്തിന്റെയും ആധുനികവൽക്കരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും പിടിയിലമർന്നപ്പോൾ സൃഷ്ടിക്കപ്പെട്ട പുത്തൻ സംസ്കാരത്തിന് അധീനരായി തീർന്ന മനുഷ്യൻ 3 അപകടങ്ങളിൽ ചെന്നുപെടുകയുണ്ടായി. ഒന്ന്, അവൻ നന്മയും തിന്മയും തിരിച്ചറിയുവാൻ കഴിയില്ലാത്തവനായി തീർന്നു. ഏതാണ് നന്മ, ഏതാണ് തിന്മ, ഏതാണ് ആവശ്യം, ഏതാണ് അനാവശ്യം തിരിച്ചറിയാനുള്ള ബോധം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ അപകടം. ടിവിയിലൂടെ പരസ്യങ്ങളിലൂടെ ഒക്കെ നമ്മെ സ്വാധീനിക്കുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. രണ്ടാമതായി വന്ന സംഗതി എന്ന് പറയുന്നത് വാരിക്കൂട്ടാനുള്ള ആർത്തി അവന് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നശ്വരമായ ഈ ലോകത്തിൽ എത്ര കൂട്ടിയാലും നാളെ കൈവിട്ടു പോകാനുണ്ടെന്നുള്ള ബോധ്യമില്ലാതെ എത്രമാത്രം ഏതെല്ലാം മാർഗം വിനിയോഗിച്ചായാലും വേണ്ടില്ല,
വാരിക്കൂട്ടാവുന്നതിൻ്റെ പരമാവധി വാരിക്കൂട്ടണമെന്നുള്ള ചിന്തയിലാണ് മനുഷ്യൻ്റെ ജീവിതം മുഴുവനും. മൂന്നാമതായിട്ടോ, വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ആധുനിക സംസ്കാരം നൽകിയ മറ്റൊരു വലിയ അപാകത. വിശ്വാസത്തിൽ നിന്നും മനുഷ്യൻ വ്യതിചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവവിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭക്തി കൂടുന്നുണ്ട്, യഥാർത്ഥ ഭക്തന്മാരില്ലാതെ പോകുന്നു. അതുകൊണ്ടാണ് 12-ാം സങ്കീർത്തനം ദാവീദ് പറയുന്നു, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ഭക്തി കൂടുന്നുണ്ട്. ഭക്തി കൂടുന്നതിന്റെ ലക്ഷണമാണല്ലോ ഇവിടെ നാൾക്ക് നാൾ ആൾ കൂടുന്നത്. പക്ഷേ ഭക്തന്മാരുടെ കുറവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കുറവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭക്തി കൂടുന്നതിനേക്കാൾ ഉപരി യഥാർത്ഥ ഭക്തനായി പരിണമിക്കുവാൻ തക്കവണ്ണം സാധിക്കുക എന്നുള്ളതാണ്. ഇവിടെ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുന്ന ഒരു ജീവിതത്തിന്റെ സംസ്കാരവും ക്രമവും സ്വാധീനിക്കുന്ന ആധുനിക ലോകത്തിൽ നമുക്ക് പരിശുദ്ധ പരിമല തിരുമേനിയെപ്പോലെ പുണ്യവാന്മാർ ഒരു സ്വാധീന ശക്തിയായി, തിരുത്തൽ ശക്തിയായി, ഒരു പ്രതിസംസ്കാരത്തിന്റെ വലിയ ഓളമായി പരിണമിക്കണം എന്നുള്ളത് ഓർപ്പിക്കട്ടെ. 3 കാര്യങ്ങൾ ഇവിടെ പ്രധാനമായി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 1, വിശ്വാസം എന്താണ്? 2, വിശ്വാസം നമുക്ക് വർദ്ധിതമാകാൻ എന്ത് ചെയ്യണം, എന്തിലൊക്കെ നാം വിശ്വസിക്കണം തുടങ്ങി 2-3 ചിന്തകൾ ഓടിച്ച് ഓർപ്പിക്കുകയാണ്. ഒന്നാമത്, വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസം എന്താണ് എന്ന് ചോദിച്ചാൽ എല്ലാവരും എപ്പോഴും പറയുന്നൊരു വാക്യമുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം. ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യം നിശ്ചയമാണ്. നമ്മൾ മനഃപ്പാഠമാക്കി വെച്ചിരിക്കുന്ന ഒരു വാക്യമാണ്. എന്നാൽ ഇത് വിശ്വാസത്തിന്റെ നിർവചനമാണോ എന്നുള്ളത് സംശയകരമായ സംഗതിയാണ്. കാരണം യഹൂദന്മാരുടെ ജീവിതത്തിൽ അവരുടെ പീഡനങ്ങളാൽ വേദനപ്പെട്ടിരുന്ന ക്രൈസ്തവ സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി എഴുതിയതാണ് ഈ എബ്രായ ലേഖനം. ഈ ഭാഗം വിശ്വാസത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. കഠിനമായിരിക്കുന്ന അനുഭവങ്ങളിൽ മുൻപോട്ടവരെ നയിക്കാൻ തക്കോണം പ്രേരണ കൊടുത്തതെന്ത്? ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത നിശ്ചയം. അവിടെ വിശ്വാസം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ വിശ്വാസം എന്നാൽ എന്താണ്? സാധാരണ ഓർപ്പിക്കാറുള്ളത് പോലെ ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുമെന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ്. പക്ഷേ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വിശപ്പ് മാറുകയില്ല. ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരാ, അത് ദഹിച്ച് അതിലെ ലവണങ്ങൾ രക്തത്തിൽ അലിഞ്ഞു ചേരണം. അപ്പോഴേ വിശപ്പ് മാറി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. എന്നതുപോലെ വിശ്വാസമെന്ന് പറയുന്നത് യേശുക്രിസ്തു രക്ഷകനാണ്, വീണ്ടെടുപ്പുകാരനാണ്, മതിയായവനാണെന്നൊക്കെയുള്ള ആശയങ്ങൾ തലമണ്ടയിൽ വെക്കുന്നതല്ല വിശ്വാസം. പിന്നെയോ യേശുക്രിസ്തുവിന്റെ ആളത്വവും വ്യക്തിത്വവും നമ്മുടെ ആളത്വത്തിലും വ്യക്തിത്വത്തിലും വിലയം പ്രാപിക്കുമ്പോഴുണ്ട് അനുഭവത്തിന്റെ പ്രതികരണമാണ് വിശ്വാസം. ആ അനുഭവമാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. കേവലം ആശയപരമായ കാര്യങ്ങളെ സംശീകരിക്കുന്നതല്ല, അത് വേണ്ട എന്നല്ല. പക്ഷെ അതിനേക്കാൾ ഉപരിയായി യേശുക്രിസ്തുവിന്റെ ആത്മാവും യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വവും യേശുക്രിസ്തുവിന്റെ ആളത്വവും ഭക്ഷണത്തിലെ ലവണങ്ങൾ രക്തത്തിൽ ലയിക്കുന്നത് പോലെ നമ്മുടെ വ്യക്തിത്വത്തിലും ആളത്വത്തിലും വിലയം പ്രാപിച്ച് ലയിച്ചു ചേരുമ്പോഴുണ്ടാകുന്ന ആത്മീയ അനുഭവത്തിന്റെ ആവിഷ്കാരമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഈ ഒരു അനുഭവത്തിലേക്ക് നടന്നെടുത്ത പുണ്യപുരോഹിതനായിരുന്നു പരിശുദ്ധ പരിമല തിരുമേനി. തിരുമേനിയുടെ വ്യക്തിത്വത്തിലും ആളത്വത്തിലും തന്റെ ജീവിതത്തിൽ സർവസ്വവുമായി യേശുക്രിസ്തുവിന്റെ ആത്മാവിന് വിലയം പ്രാപിച്ച വ്യക്തിയാണ്. അതുകൊണ്ടാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അതുകൊണ്ടാണ് അനേകരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ സാധിച്ചത്. അതുകൊണ്ടാണ് അനേകരെ ക്രിസ്തുവിന്റെ സുവിശേഷം പറയുവാൻ തക്കവണ്ണമുള്ള പ്രേരണ അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹത്തിലൂടെ ക്രിസ്തുവിന്റെ സാക്ഷ്യം അർത്ഥപൂർണമായി തീർന്നത് അതുകൊണ്ടാണ്. ഈ ഒരു വിശ്വാസത്തിന്റെ അനുഭവത്തിലേക്കുള്ള വളർച്ചയാണ് പരിമല തിരുമേനിയെപ്പോലെ നമുക്കും ആവശ്യം. പലപ്പോഴും ഈ വിശ്വാസത്തിന്റെ അനുഭവതലങ്ങളിൽ നിന്നും വളരെയധികം അകന്ന് ജീവിക്കുന്നവരാണ് നമ്മൾ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അല്പവിശ്വാസികളോ അവിശ്വാസികളോ ഒക്കെ ആയിട്ട് നമ്മൾ ജീവിക്കുകയാണ്. പരിമല തിരുമേനിയെപ്പോലെ വിശ്വാസത്തിൽ നങ്കൂരമിട്ടുകൊണ്ട്, ആഴമായ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട്, വിശ്വാസത്തെ ജീവിതത്തിന്റെ അനുഭവമാക്കി തീർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതക്രമം അനുവർത്തിക്കുന്ന കുറെ പേരെങ്കിലും സമൂഹത്തിൽ ഉയർത്തെഴുന്നേൽക്കാമെങ്കിൽ ഇന്നും പരിമല തിരുമേനിയെപ്പോലെ ഉള്ള പുണ്യാത്മാക്കൾ ഉണ്ടാകാനും അതുപോലെ ക്രിസ്തീയ സാക്ഷ്യം അർത്ഥപൂർണമാകുവാനും ഇടയാകും എന്നുള്ളതിനെ സംശയമില്ല. 4 കാര്യങ്ങൾ വിശ്വാസത്തെക്കുറിച്ച് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്താണ് വിശ്വാസം എന്നുള്ളതിന് 4 നിർവചനങ്ങൾ. 1, ഫെയ്ത്ത്
ഈസ് ദ കൺവിക്ഷൻ ഓഫ് ദ റിയാലിറ്റി ഓഫ് ദി അൺസീൻ. അദൃശ്യമായ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ദൈവരാജ്യം ഒന്നുണ്ട്, പ്രകാശ ലോകമെന്നുള്ളതൊന്നുണ്ട്, മാലാഖമാരുടെയും വിശുദ്ധന്മാരുടെയും ഗണങ്ങൾ ഇരിക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് ഒന്നുണ്ട്. അത് അദൃശ്യമാണ്, അത് അനശ്വരമാണ്. ആ അദൃശ്യമായ ലോകത്തെക്കുറിച്ചുള്ള വ്യക്തമായ വീക്ഷണം ഹൃദയത്തിൽ അങ്കുരിക്കുമ്പോഴാണ് വിശ്വാസത്തിന്റെ മുള പൊട്ടുന്നത്. നമുക്കിന്ന് ദൃശ്യലോകത്തിലെ കാര്യങ്ങൾ മാത്രമുള്ള ചിന്തയും ദൃശ്യലോകത്തിലെ കാര്യങ്ങളെ പ്രാപ്തമാക്കാനുള്ള അധ്വാനത്തിൽ മാത്രം വിലയം പ്രാപിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അദൃശ്യലോകത്തെക്കുറിച്ചുള്ള ദർശനമോ അദൃശ്യലോകത്തിന്റെ സന്തോഷമോ അദൃശ്യലോകത്തിൽ നിലനിൽക്കുന്ന വിശുദ്ധ ഗണങ്ങളുടെ അവരുടെ അനുഭവങ്ങളോ നമുക്ക് ലഭ്യമാകാതെ പോകുന്നു എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം. ഈ കാണുന്ന ലോകം നിലനിൽക്കുന്നതിന്റെ കാരണം എന്താണ്? കാണാത്ത ഒരു ലോകം ഉള്ളതുകൊണ്ടാണ്. ഒരു വൃക്ഷമെടുക്കുമ്പോൾ കാണ്ഡം മുഴുവൻ നമ്മൾ കാണുന്നുണ്ട്, അതിലെ ഇലകളും പൂകളും കായ്കളും എല്ലാം കാണുന്നുണ്ട്. പക്ഷേ അത് നിലനിൽക്കുന്നത് അദൃശ്യമായ വേര് ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഹൈന്ദവ മതം പറയുന്നത് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ വേര് മുകളിലാണെന്ന് പറയും, അദൃശ്യലോകത്താണ്. അതുകൊണ്ട് ഈ അദൃശ്യലോകം ഉള്ളത് കൊണ്ടാണ് ഈ ദൃശ്യലോകം നിലനിൽക്കുന്നത്. അതുകൊണ്ട് എവിടെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധയൂന്നേണ്ടത്? കടപുഴകി വീഴുന്ന ദൃശ്യലോകത്തിലാണോ അതോ നിലനിൽക്കുന്ന അദൃശ്യലോകത്തിലാണോ? അദൃശ്യലോകത്തിലായിരിക്കണം. ആ ഒരു ചിന്ത നമ്മെ ഒന്ന് പ്രചോദിപ്പിക്കാമെങ്കിൽ, പ്രേരിപ്പിക്കാമെങ്കിൽ ഈ ലോകത്തെ നമ്മൾ അത്രമാത്രം ലോകത്തോടുള്ള ആസക്തി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പരിശുദ്ധ പരമലത്തിനുമേനി ഈ അദൃശ്യലോകത്തെ ദർശിച്ച വ്യക്തിയാണ്. ഈ അദൃശ്യലോകത്തിന്റെ ഗീതങ്ങൾ കേട്ട വ്യക്തിയാണ്. കുറിച്ചിയിലെ വലിയ ബാബായും അതുപോലെ അദൃശ്യലോകത്തിന്റെ ഗീതങ്ങൾ കേൾക്കുകയും മാലാഖമാരെ കാണുകയൊക്കെ ചെയ്തതായിട്ടാണ് പറയപ്പെടുന്നത്. എന്തിനു പറയുന്നു? ബഥനിയിലെ അത്താനാസ്യോസ് തിരുമേനി ജഡവും ജീവനും ഒരു നിമിഷം വേർപെട്ട സന്ദർഭത്തിൽ ഈ അദൃശ്യലോകം ദർശിച്ചു, മാലാഖമാരുടെ ഗാനങ്ങൾ കേട്ട വ്യക്തിയാണ്. നമ്മളെപ്പോലെ ജീവിച്ച് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന വ്യക്തി. ആ ഒരു ജീവിതാനുഭവത്തിലേക്ക് അദൃശ്യലോകത്തെക്കുറിച്ച് ഉള്ള ചിന്തയും അതിലേക്ക് പോകാനുള്ള ആഗ്രഹവും അതിനെക്കുറിച്ചുള്ള ദർശനവും ഹൃദയാന്തരങ്ങളിൽ എപ്പോഴും അനുസ്യൂതമായി ധ്യാനിക്കുന്ന വ്യക്തികൾക്ക് അതിന്റെ അനുഭവങ്ങളെ കൊയ്തെടുക്കാൻ കഴിയുമെന്നുള്ളതിന് സംശയമില്ല. പത്രോസ്ലീഹയുടെ 2-ാം ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒടിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയിലുള്ള എല്ലാം വെന്തുപോകും എന്നവിടെ പറയുന്നുണ്ട്. അപ്പൊ കർത്താവിന്റെ വരവ് ആസന്നമാണെന്നുള്ള ബോധ്യം ഇതും നമ്മെ പ്രചോദിപ്പിക്കേണ്ടതാണ്. എന്താണ് ഈ കർത്താവിന്റെ വരവ് ആസന്നമാണെന്ന് പറയുന്നതിന്റെ അർത്ഥം? 2000 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സംഗതിയാണ്, ഇതുവരെയും വന്നുമില്ല. ഇത് വ്യക്തിപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മെ സംബന്ധിച്ച്, ഓരോ വ്യക്തിയെ സംബന്ധിച്ച് കർത്താവിന്റെ വരവ് ഇപ്പോൾ തന്നെയാണ്. ഏത് നിമിഷമാണ് ഇവിടെ നിന്ന് നാം കടന്നു പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം കുഴഞ്ഞു വീഴുന്ന കാലഘട്ടമാണല്ലോ. ഇവിടെ നിന്ന് വീട്ടിലെത്തുമെന്ന് ആർക്കാ വിശ്വസിക്കാൻ പറ്റുന്നത്? പോകുന്ന പോക്കിൽ പോകാനുള്ള സാധ്യത ഉള്ളവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് യേശുവിൻ്റെ നമ്മളുടെ ഇവിടെ നിന്നും അവിടേക്കുള്ള കടന്നുപോക്ക്, അവിടുത്തെ സാന്നിധ്യം നമ്മളിലേക്കുള്ളൊരു ഇറങ്ങിവരവ് കൂടിയാണ്. ആ ഒരു സാമീപ്യവും ആ ഒരു ഐക്യവും അത് നമ്മളുടെ രണ്ടാമത്തെ വരവായിട്ട് നമ്മൾ കാണേണ്ടതാണ്. ഈ ലോകത്തിനുള്ള കടന്നുപോക്ക് ക്രിസ്തുവിൻ്റെ നമ്മളിലേക്കുള്ള വരവായിട്ട് നാം കാണണം. അങ്ങനെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ധ്യാനിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് ഈ ലോകത്തിന്റെ നിഷ്ഫലതയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ എക്കാലം ഇവിടെ കഴിയാമെന്ന് വിചാരിച്ച് കൂടാരങ്ങൾ വീണ്ടും വീണ്ടും കട്ടികൂടി സൃഷ്ടിച്ചുകൊണ്ട് നിലകൾ ഉയർത്തിയാൽ നമ്മൾ ഖേദിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. നമുക്ക് ആവശ്യം ഈ അദൃശ്യ ലോകത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യമാണ്, അദൃശ്യ ഗണങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യമാണ്. രണ്ടാമതായി ഓർപ്പിക്കുവാനായിട്ടുള്ളത്, faith is an assumption which ends as an assurance. വാഗ്ദാനത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നെത്തിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് വിശ്വാസം എന്ന് പറയുന്നത്. അനേക വാഗ്ദാനങ്ങൾ കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നെ വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 8:12 പറയുന്നുണ്ട്, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരും. അതൊരു വാഗ്ദാനമാണ്. അതുപോലെ ധാരാളം വാഗ്ദാനങ്ങൾ യേശു അധ്വാനിക്കും ഭാരതത്തിൽ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇങ്ങനെ ധാരാളം വാഗ്ദാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പം ഈ വാഗ്ദാനങ്ങളൊക്കെ
ഈ വാഗ്ദാനങ്ങൾ നമ്മൾ എത്തിച്ചേരുമെന്നുള്ള ഹൃദയപൂർവമായിരിക്കുന്ന ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ വിശ്വാസം നമ്മളിൽ വർദ്ധിതമായി കൊണ്ടിരിക്കും എന്നുള്ളതിന് സംശയമില്ല. പക്ഷെ ഇന്ന് പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടുകൾ തിരിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഖേദകരമായിരിക്കുന്ന വസ്തുത. വാഗ്ദാനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ദൈവം നിറവേറ്റും എന്നുള്ള ഉത്തമമായ ബോധ്യം ഇല്ലാതെ നാം പലപ്പോഴും ഈ ലോകത്തിൻ്റെ വ്യാപാരങ്ങളിൽ വ്യാപൃതരായി ഇവിടെ നിന്ന് തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ സുഖവും ക്ഷേമവും സമൃദ്ധിയും കൈവരിക്കാമെന്ന ചിന്തയോടെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ വിശ്വാസത്തിൽ നിന്നുള്ള വ്യതിചലനത്തിൻ്റെ സൂചനയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ അവൻ വിശ്വസ്തനാണ് എന്ന ബോധ്യവും നമുക്ക് ഉണ്ടാകണം. അതുപോലെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് ഫെയ്ത്ത് ഈസ് ആൻ എക്സ്പെരിമെന്റ് വിച്ച് എൻഡ്സ് ആസ് ആൻ എക്സ്പീരിയൻസ്. ഫെയ്ത്ത് ഈസ് ആൻ എക്സ്പെരിമെന്റ് വിച്ച് എൻഡ്സ് ആസ് ആൻ എക്സ്പീരിയൻസ്. ഒരു അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നെത്തിക്കുന്ന ഒരു പരീക്ഷയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ജീവിതമാകുന്ന പരീക്ഷണശാലയിൽ കഷ്ടതയുടെ അനുഭവങ്ങളെ സഹിഷ്ണുതയോടെ അഭിമുഖീകരിച്ച് സിദ്ധിയുള്ളവരായി നാം തീരുവാൻ ഇടയാകണം. ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും ഒക്കെ ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അവിടെയല്ല, ഇതൊക്കെ നമുക്കൊരു പരീക്ഷണ കാലഘട്ടമാണ്. ഈ പരീക്ഷയിലൂടെ നമ്മൾ ജയിച്ച് മുന്നേറണം. അതിൽ കൂടി പോകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന ദൈവിക അനുഭവത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. നാലാമതായി ഓർപ്പിക്കാനുള്ളത് ഫെയ്ത്ത് ഈസ് എ കമ്മിറ്റ്മെന്റ് വിച്ച് എൻഡ്സ് ആസ് എ കമ്മ്യൂണിയൻ ദാറ്റ് വിൽ നെവർ എൻഡ്. ഒരിക്കലും ഉതിർന്നു പോകാത്ത ഐക്യത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നെത്തിക്കുന്ന സമർപ്പണമാണ് വിശ്വാസം എന്ന് പറയുന്നത്. പരിശുദ്ധന്മാരുടെ ജീവിതവും നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. ഒരിക്കലും മുതിർന്നു പോകാത്ത ഒരു ഐക്യത്തിൽ, ദൈവവുമായുള്ള ഒരു ഐക്യത്തിലേക്ക് അവരുടെ ജീവിതത്തെ കൊണ്ടുവന്ന് എത്തിക്കത്തക്കവണ്ണം അവരുടെ ജീവിതത്തെ സമ്പൂർണമായി ദൈവത്തിന് സമർപ്പിച്ചു. ഈ ഒരു സമർപ്പണ ബോധമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പെരുന്നാൾ ആഘോഷങ്ങളിലും അതുപോലെയുള്ള നമ്മുടെ ആരാധനാ കാര്യങ്ങളിലും ഒക്കെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ടെന്ന് വഴിപാടർപ്പിക്കുക എന്നുള്ളത്. അതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ, ആത്മീയ ജീവിതത്തിൻ്റെ പ്രേരണ കൊണ്ട് നമ്മുടെ പരിശ്രമത്തിൻ്റെ ഒരു ഫലം, ഒരു ഭാഗം വഴിപാടർപ്പിക്കുന്നു എന്ന് ചിന്തിക്കാമായിരിക്കാം. പക്ഷേ ഈ വഴിപാടർപ്പണത്തിലൂടെ ദൈവവുമായുള്ള ഐക്യം നമുക്ക് ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചിന്തനീയമായ വസ്തുത. നമുക്കുള്ളതിൽ നിന്ന് നാം ദൈവത്തിന് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഒരു കണ്ടീഷനാണ്. എനിക്ക് ഉള്ളതിൽ നിന്ന് അല്പം തരാം. എനിക്കെന്ന് പറയാൻ ആർക്കാ അവകാശമുള്ളത്? കയ്യിലിരിക്കുന്ന മുഴുവൻ ദൈവത്തിൻ്റെ അതല്ലേ. പിന്നെ എനിക്കുള്ളത് കൊടുക്കുന്ന പറയാൻ ആർക്കായി അവകാശമുള്ളത്? നിന്റെ പരിശ്രമത്തിന്റെ ആണെങ്കിൽ ആരോഗ്യം തന്ന ആരാണ്? അപ്പൊ നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെതാ. പിന്നെ ഔദാര്യമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? നമുക്കുള്ളതിൽ നിന്ന് കൊടുക്കുകയല്ല വേണ്ടത്, നമ്മെ തന്നെ കൊടുക്കുകയാണ് വേണ്ടത്. അത് മാത്രം നമ്മൾ ചെയ്യത്തില്ല. അപ്പോൾ ഒരു കണക്കിൽ ഈ കൊടുപ്പെന്ന് പറയുന്നത് ദൈവവുമായിട്ട് അകന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഭാഗമാണ്. കൊടുത്തിട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ ഒരു ബന്ധവുമില്ല. എനിക്കുള്ളത് ഞാൻ ചെന്നു, എനിക്കുള്ള കാര്യമൊക്കെ ചെയ്തേക്കണം, ഞാൻ എൻ്റെ പാട്ടിന് പോവുക. ഇതാണ് പലപ്പോഴും നടക്കുന്നത്. അതുകൊണ്ട് എനിക്കുള്ളതിൽ നിന്ന് കൊടുക്കുക മാത്രമല്ല, എന്നെ തന്നെ കൊടുക്കാൻ സാധിക്കണം. കാരണം നീ മുഴുവനും ദൈവത്തിൻ്റെയാ. നീ ഇന്ന് ശ്വാസോച്ഛ്വാസം എടുക്കുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്. ആ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിക്കുവാൻ തക്കവണ്ണം സാധിക്കാതെ പോകുന്നുവെങ്കിൽ അവിടാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പരാജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ആത്മതപനത്തോടെ നമുക്ക് പാടാം. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിക്കാനും കൃപ ചെയ്യുക. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ, എന്നെ നിനക്കു സുഗന്ധമതാ അർപ്പിപ്പാനും. നിങ്ങളെല്ലാവരും അറിയപ്പെടുന്ന സുപരിചിതനായ ഒരു വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട MG പോളച്ചൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഇന്നലെയായിരുന്നു.
പുതുപ്പാടിയിലും മാവേലിക്കരയിലും പ്രത്യേകമായി വിശുദ്ധ കുർബാന അദ്ദേഹത്തിന് വേണ്ടി അർപ്പിച്ചു. ആ MG പോളച്ചൻ വലിയൊരു കൺവെൻഷൻ പ്രസംഗകനായിരുന്നു. ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 33 വയസ്സുകൊണ്ട് 2 പുരുഷായുസ് ജീവിച്ച് പ്രസംഗിക്കാവുന്നതിൻ്റെ അധികം അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ഒരു സന്ദർഭത്തിൽ പറഞ്ഞൊരു സംഭവം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മർത്തസ്മോനിയും മക്കളുടെയും ചരിത്രം പോലെ തന്നെ ഒരു ചരിത്രമാണ് അദ്ദേഹം പറഞ്ഞത്. 3-ാം നൂറ്റാണ്ടിൽ നീറോ രാജ്യം വാണരുളുന്ന കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ്. സിംബോറോസിയ എന്ന് പറയുന്ന ഒരു വനിതാരത്നത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. നീറോ വിളംബരം പുറപ്പെടുവിച്ചു, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും കൊല്ലും, എല്ലാവരും വിശ്വാസത്തിൽ വ്യതിചലിക്കണം. ഈ വാർത്ത റോമാ സാമ്രാജ്യം മുഴുവൻ വിളംബരം ചെയ്തു. പലരും വിശ്വാസത്തിൽ വ്യതിചലിച്ചു. ഈ വനിതാരത്നം പറഞ്ഞു, എന്നെ കൊന്നാലും എന്നെ എന്തെല്ലാം പീഡിപ്പിച്ചാലും എൻ്റെ സൃഷ്ടാവും പരിപാലകനും രക്ഷിതാവുമാകുന്ന യേശുവിൻ്റെ വിശ്വാസത്തിൽ വ്യതിചലിക്കുന്ന പ്രശ്നമില്ല എന്ന് അവർ വളരെ സധൈര്യമായി പറഞ്ഞു. ഈ വാർത്ത നീറോയുടെ കാതുകളിലെത്തി. ഉടൻ തന്നെ അടുത്ത ഉത്തരവ് പുറപ്പെടുവിച്ചു, അവളെയും അവളുടെ മക്കളെയും അരമനയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ. പട്ടാള ഓഫീസർമാർ ചെന്നിട്ട് ഈ അമ്മയെയും അവരുടെ 6 മക്കളെയും കൂട്ടിക്കൊണ്ട് അരമനയിലേക്ക് വരികയാണ്. സിംഹാസാരൂഢനായി നീറോ ഇരിക്കുകയാണ്. 6 മക്കളെയും നിരത്തി നിർത്തിയിട്ടുണ്ട്. നീറോ ഗർജിച്ചുകൊണ്ട് ആ വനിതാരത്നത്തോട് ചോദിച്ചു, നീ എൻ്റെ വിളംബരം ലംഘിച്ചോ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, ഞാൻ അങ്ങയുടെ വിളംബരം ലംഘിച്ചു. ഞാൻ ഒരിക്കലും എൻ്റെ രക്ഷിതാവാകുന്ന, എൻ്റെ സൃഷ്ടാവാകുന്ന, എൻ്റെ പരിപാലകനാകുന്ന യേശുവിൽ നിന്ന് വ്യതിചലിക്കുന്ന പ്രശ്നമില്ല, വിശ്വാസത്തിൽ വ്യതിചലിക്കുന്ന പ്രശ്നമില്ല എന്ന് അവൾ പറഞ്ഞു. ക്രോധനായ ചക്രവർത്തി അവളെയും അവളുടെ മക്കളെയും കഴുകുമരത്തിൽ കൊണ്ടുവന്ന് കൊല്ലുവാൻ ഉത്തരവിട്ടു. പട്ടാള ഓഫീസർമാർ ഈ മാതാവിനെയും മക്കളെയും കഴുകുമരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കഴുകുമരത്തിൽ തലമുടി നാരിൽ മാതാവിനെ കെട്ടിത്തൂക്കിയിട്ടു. ആ മാതാവ് അനുഭവിക്കുന്ന വേദനയുടെ വ്യഥ എത്രമാത്രമാണ് നമുക്കിപ്പോൾ ചിന്തിച്ചാൽ മനസ്സിലാകും. തലമുടി നാരിൽ ആ മാതാവ് തൂങ്ങിക്കിടക്കുകയാണ്. മൂത്ത മകനെ മുന്നിലേക്ക് നീക്കി നിർത്തിയിട്ട് പട്ടാള ഓഫീസർ ചോദിച്ചു, സിംബറോസിയ, നിനക്കും നിന്റെ മക്കൾക്കും ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ യേശുവിൻ്റെ വിശ്വാസം വ്യതിചലിക്കാൻ പറഞ്ഞു. അവൾ പറഞ്ഞു, എൻ്റെ രക്ഷിതാവും എൻ്റെ ബലവും എൻ്റെ കോട്ടയും എൻ്റെ സർവസ്വവുമാകുന്ന യേശുവിൽ നിന്ന് വിശ്വാസം വ്യതിചലിക്കുന്ന പ്രശ്നമില്ല എന്ന് അവൾ ഉറക്കെ പറഞ്ഞു. ആ മൂത്ത മകനെ അമ്മയുടെ മാതൃഹൃദയത്തിൽ മൂലിച്ച് ഗളച്ഛേദം ചെയ്തു. തലയും മുടലും 2ആയിട്ട് അവിടെ കിടന്നു. 2ാമത്തെ മകനെ നീക്കി നിർത്തിയിട്ട് ഇതേ തന്നെ ചോദ്യം തന്നെ ഉച്ചരിച്ചു. തലമുടി നാരിൽ കഴുകുമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന മാതാവ് അല്പം പോലും വ്യതിചലിക്കാതെ ധൈര്യത്തോടെ പറഞ്ഞു, എൻ്റെ സൃഷ്ടാവും എൻ്റെ പരിപാലകനും എൻ്റെ ബലവും സങ്കേതവുമാകുന്ന യേശുവിൻ്റെ വിശ്വാസം വ്യതിചലിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. 3ാമത്തെയും 4ാമത്തെയും 5ാമത്തെയും മകനെ ഇതുപോലെ ചോദ്യം ചോദിച്ചു ഗളച്ഛേദം ചെയ്തു. 5 പേരുടെയും തലമുടലിന് 2ആയിട്ട് അവിടെ കിടക്കുകയാണ്. അവസാനം 6 മാസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചോമന കുഞ്ഞ് ശേഷിച്ചു. ആ കുഞ്ഞിനെ പട്ടാള ഓഫീസർ തന്റെ ഉരുക്കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാതാവിനോട് ചോദിച്ചു, സിംബറോസിയ, നിനക്കും നിന്റെ ഈ അവസാനത്തെ ഈ പിഞ്ചോമന കുഞ്ഞിനും ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ യേശുവിൻ്റെ വിശ്വാസം വ്യതിചലിക്കാൻ പറഞ്ഞു. അവൾ പറഞ്ഞു, എൻ്റെ പാറയും എൻ്റെ രക്ഷയും എൻ്റെ ഗോപുരവും എൻ്റെ ഉടയവനും എൻ്റെ രക്ഷിതാവും എൻ്റെ പരിപാലകനുമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ വ്യതിചലിക്കുന്ന പ്രശ്നമില്ല എന്ന് അവൾ ഉറക്കെ പ്രഖ്യാപിച്ചു. അവസാനമായി പട്ടാള ഓഫീസർ ചോദിച്ചു, നിന്റെ അവസാന ആഗ്രഹം എന്താണ്? അവൾ പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ എനിക്ക് മൊത്തം ചെയ്യണം. പട്ടാള ഓഫീസർ തൻ്റെ ഉരുക്കുകരങ്ങളിൽ 6 മാസം മാത്രം പ്രായമുള്ള പിഞ്ചോമന കുഞ്ഞിനെ അമ്മയുടെ മാറോട് അടുപ്പിച്ചു കൊടുത്തു. ആ അമ്മ കുഞ്ഞിനെ മൊത്തം ചെയ്തിട്ട് പറയുകയാണ്, മകനെ, നീ സമാധാനത്താലേ പോക. അല്പസമയത്തിനുള്ളിൽ ദൈവത്തിന്റെ ജീവനുള്ള പർദീസയിൽ നമുക്ക് ഒരുമിച്ച് കാണാം. മകനെ, നീ സമാധാനത്താലേ പോക. അല്പസമയത്തിനുള്ളിൽ ദൈവത്തിന്റെ ജീവനുള്ള പർദീസയിൽ നമുക്ക് ഒരുമിച്ച് കാണാം. എന്നെ കേൾക്കുന്ന വിശ്വാസികളെ, സിംബറോസിയുടെ വിശ്വാസം എവിടെ? നമ്മുടെ വിശ്വാസം എവിടെ? നാം നാമമാത്ര വിശ്വാസികളായി ജീവിച്ച് ഒരു രീതിയിൽ പറഞ്ഞാൽ ദൈവത്തെ പോലും കബളിപ്പിക്കുന്നവരല്ലേ എന്ന് നാം ചിന്തിക്കണം. സത്യസന്ധമായി ഹൃദയത്തിൽ തൊട്ട് ദൈവസന്നിധിയിൽ നേരോടും നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടി ജീവിക്കുവാൻ നമുക്ക് കഴിയുന്ന നാളുകൾ എന്നായിരിക്കും? ദൈവമേ, ഈ പുണ്യസ്ഥലത്ത് നിന്ന് ഒരു തീരുമാനമെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു.
രണ്ടാമതായി ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, വീണ്ടും ദർശകൻ അളക്കുകയാണ്. മുട്ടോളമായി എന്നാണ് രണ്ടാമത് പറയുന്നത്. എന്താണ് മുട്ടോളം ആയി എന്നുള്ളതിൻ്റെ അർത്ഥം? പരിശുദ്ധാത്മാവ് ഒഴുകി വരുന്നതനുസരിച്ച് വിശ്വാസ സ്ഥിരതയിൽ നിലനിൽക്കാൻ സാധിക്കുന്നു. ആ വിശ്വാസ സ്ഥിരതയുള്ള വ്യക്തി എപ്പോഴും എന്ത് ചെയ്യും? ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും. എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചാണ് രണ്ടാമതായി ഇവിടെ ഓർപ്പിക്കുന്നത്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതം ആകമാനമായി അവലോകനം ചെയ്താൽ അതിൻ്റെ എല്ലാം സത്തയെന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതമെന്നുള്ളതാണ്. തൻ്റെ ജീവിതം മുഴുവനും ദൈവത്തോടുള്ള ഐക്യത്തിൽ, രമ്യതയിൽ, പ്രാർത്ഥനയിൽ ഒരുമിച്ച് കഴിയുവാൻ തക്കോണം സാധിച്ച ജീവിതമായിരുന്നു. ഇവിടെ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനവും പ്രഥമവുമായിരിക്കുന്ന ഈ കാഴ്ചപ്പാടിലേക്ക് അല്പം വിശദമായി കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നമ്മളും സ്വായത്തമാക്കാൻ സാധിക്കേണ്ടതാണ്. ഞാൻ ഒന്നാമത് പ്രായോഗിക ജീവിതത്തിൽ ഓർപ്പിച്ചു, ഹൃദയാന്തരത്തിൽ യേശു നാം എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കണം, അതിന്റെ ഫലം നാം കൊയ്തെടുക്കണം എന്ന്. ഇവിടെ 4 കാര്യങ്ങൾ പ്രത്യേകമായി ഓർപ്പിക്കുന്നു. 1, പ്രാർത്ഥന എന്താണ്? 2, പ്രാർത്ഥന എന്തിനാണ്? 3, പ്രാർത്ഥന ആരോടാണ്? 4, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? ഒന്നാമത്, പ്രാർത്ഥന എന്താണ്? സാധാരണയായി നമ്മളെല്ലാവരും പറയാറുള്ളതാണ്, പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായുള്ള സംസർഗമാണ്. അതെല്ലാവരും പറയുന്ന കാര്യമാണ്. പക്ഷേ പ്രാർത്ഥന എന്ന് പറയുന്നത് സംസാരിക്കുക, ദൈവസന്നിധിയിൽ നാവുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ സംസാരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ആയിരിക്കുന്ന അനുഭവമാണ് പ്രാർത്ഥന. ജീവിതം കൊണ്ട് നാം പ്രാർത്ഥന മനുഷ്യരായി പരിണമിക്കുന്ന അനുഭവത്തിലേക്ക് വളരണം. അല്ലാതെ ഒരു കർമ്മം നടത്തുന്നതല്ല പ്രാർത്ഥന. അതിനേക്കാൾ ഉപരി, അത് വേണ്ട എന്നല്ല, അതിനേക്കാൾ ഉപരി അതിൽ കൂടെ നമ്മൾ തന്നെ പ്രാർത്ഥനയായി പരിണമിക്കണം. നമ്മൾ അറിയാതെ ഹൃദയത്തിൽ പ്രാർത്ഥന ഉടുവിട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ വളരണം. അതുകൊണ്ട് ആയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കുള്ള വളർച്ചയാണ് പ്രാർത്ഥനയുടെ അടിസ്ഥാനപരമായി അർത്ഥമായിട്ട് നാം കാണേണ്ടത്. പരിശുദ്ധ പരിമല തിരുമേനി പറയുന്ന ഒരു വ്യാഖ്യാനം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പ്രാർത്ഥന എന്നത് ശൈശവത്തിലെ ഉത്സാഹവും യൗവനത്തിലെ ആശ്രയവും വാർദ്ധക്യത്തിലെ സമാധാനവുമാകുന്നു എന്ന് പരിശുദ്ധ പരിമല തിരുമേനി ഓർപ്പിച്ചിട്ടുണ്ട്. ശൈശവത്തിലെ ഉത്സാഹമാണ്. ദൈവത്തോടുകൂടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴുണ്ടാകുന്ന ആത്മീക കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള വളർച്ച യഥാർത്ഥമായ സന്തോഷത്തിൻ്റെയും ആത്മാനന്ദത്തിൻ്റെയും അനുഭവമായിരിക്കും. കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് ആ രീതിയിലാണ്. അപ്പോഴാണ് അവർക്ക് ഉത്സാഹവും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത്, അല്ലാതെ ഈ ലോകത്തിലെ വല്ലം കൊടുക്കുന്നത് കൊണ്ടല്ല. പ്രാർത്ഥന ശൈശവത്തിലെ ഉത്സാഹമായി തീരണം, യൗവനത്തിലെ ആശ്രയമായി തീരണം. വീണുപോകാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് യൗവനം. ഏത് അധാർമികതയിലും വീണുപോകാൻ സാധിക്കുന്ന കാലഘട്ടം. അവിടെ ഊന്നുവടി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ആശ്രയിക്കാനുള്ള ഊന്നുവടി പ്രാർത്ഥനയാണ്. അതാണ് പരിമല തിരുമേനി പറഞ്ഞത്, പ്രാർത്ഥന യൗവനത്തിലെ ആശ്രയമാണ് എന്ന്. അതുപോലെ വാർദ്ധക്യത്തിലെ സമാധാനമാണ്. വാർദ്ധക്യ സമയത്ത് രോഗങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഇങ്ങനെ, ആകുലതകളൊക്കെ ഇങ്ങനെ മനസ്സിൽ കയറി വരുമ്പം നമുക്ക് സമാധാനം നൽകുന്നത് എന്താ? കർത്താവുമായുള്ള ആ ഒരു വലിയ പാരസ്പര്യത, പ്രാർത്ഥനാ ജീവിതം. അത് നമുക്ക് ആ പ്രാർത്ഥനയിൽ രമിച്ച് നമ്മൾ കഴിയുമ്പം നമ്മുടെ ആകുലതകളും മാറും, പ്രയാസങ്ങളും മാറും, വേദനകളും മാറും, ബുദ്ധിമുട്ടുകളും മാറും. മാറുന്നത് കൊണ്ടല്ല, അത് നമ്മൾ അറിയത്തില്ല. അതൊക്കെ ഉണ്ട്, പക്ഷേ അറിയത്തില്ല. നമ്മുടെ ശ്രദ്ധ എവിടെ ഇരിക്കുന്നോ അതിലായിരിക്കും നമ്മൾ രമിക്കുന്നത്. വേദനയിൽ ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ വേദനയുടെ കാര്യങ്ങൾ അത് അനുഭവിച്ചുകൊണ്ടേയിരിക്കും. യേശുക്രിസ്തുവിൽ പ്രാർത്ഥിച്ച് യേശുക്രിസ്തുവിൽ നമ്മൾ ശ്രദ്ധ ഊന്നിക്കൊണ്ടിരുന്നാൽ അതിലുള്ള സന്തോഷം കിട്ടി കാര്യം വിസ്മരിച്ചു പോകും, അല്ലെങ്കിൽ അറിയാതെ പോകും. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതമാണ് വാർദ്ധക്യത്തിലെ സമാധാനമെന്ന് പറയുന്നത്. പരിശുദ്ധനായ ബെസേലിയോസ്, കപ്പദോക്യൻ പിതാക്കന്മാരിലെ മഹാനായ ബെസേലിയോസ് എന്ന് പറയുന്ന ആ ബെസേലിയോസ് പറയുന്ന ഒരു വാക്യം ഓർപ്പിക്കട്ടെ. പ്രാർത്ഥന ആത്മാവിനെ ചൈതന്യമുള്ളതാക്കി തീർക്കുന്നു. പ്രാർത്ഥന ആത്മാവിനെ ചൈതന്യമുള്ളതാക്കി തീർക്കുന്നു. ഇന്ന് നമുക്ക് ചൈതന്യമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രാർത്ഥനാ ജീവിതം ഇല്ലാത്തത് കൊണ്ടാണ്. രണ്ടാമത് പറയുന്നത്, സ്നേഹത്തിൽ കൂടുതൽ ചലിപ്പിക്കുന്നു. സ്വാർത്ഥതയിൽ കൊടികുത്തി വാഴുന്ന ജീവിതത്തിന് വിരാമം കുറിക്കണമെങ്കിൽ എന്ത് വേണം? പ്രാർത്ഥന. അത് സ്നേഹത്തിൽ കൂടുതൽ നമ്മെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും. ദൈവത്തെക്കുറിച്ച് വ്യക്തമായ അറിവ് ലഭിക്കുന്നു
പ്രാർത്ഥനാ ജീവിതത്തിലൂടെ. പിന്നീട് പറയുന്നു, ദൈവത്തെ ആത്മാവിൽ സ്ഥാപിച്ച് അതിനെ നാം ദൈവത്തിന്റെ മന്ദിരമാക്കി തീർക്കുന്നു. വീണ്ടും പറയുന്നു, ദൈവത്തിൽ നിന്ന് പിന്തിരിയിൽ നിന്ന് ഓടി അകലുന്നു. പല സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ ദൈവത്തിൽ നിന്ന് പിന്തിരിയാൻ നമ്മെ പ്രേരിപ്പിച്ചേക്കാം. പക്ഷെ അതിൽ നിന്ന് ഓടി അകലാൻ തക്കവണ്ണം പ്രാർത്ഥന നമ്മെ ശക്തീകരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. വീണ്ടും പറയുന്നു, പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിത ദുഃഖങ്ങളും പ്രതിബന്ധങ്ങളും കാണുന്നതിന് നമ്മെ പഠിപ്പിക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ദുഃഖം എന്താണ്, പ്രതിബന്ധങ്ങൾ എന്താണ്, അതിനെ യഥാർത്ഥ കാഴ്ചപ്പാടോടെ കണ്ട് അധികരിക്കാൻ തക്കവണ്ണം നമ്മെ ശക്തീകരിക്കുന്നു. അതോടൊപ്പം ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടി അതിൻ്റെ സന്തോഷവും നേട്ടങ്ങളും നാം മനസ്സിലാക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് പരിശുദ്ധന്മാർ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ നമസ്കാരത്തിന് ദൈവത്തെ നമിക്കുന്നതാണല്ലോ പ്രാർത്ഥന. എന്താ ഈ നമ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? നമ എന്നുള്ളത് ന എന്ന് പറഞ്ഞാൽ അല്ല എന്നാണ്. മമ എൻ്റേത്. പ്രാർത്ഥനാ സമയത്ത് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോഴുണ്ടാകുന്ന ചിന്തയാണിത്. നമ ഞാൻ എൻ്റേതല്ല. നമിക്കുക എന്നർത്ഥമുണ്ട്, പക്ഷേ ഞാൻ എൻ്റേതല്ല, നിന്റെ വകയാണ് എന്ന ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴേ പ്രാർത്ഥനയ്ക്ക് ശക്തിയുള്ളൂ, പ്രാർത്ഥന ദൈവം അംഗീകരിക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ എൻ്റേതല്ല, ഞാൻ നിന്റെ വകയാണെന്ന സമ്പൂർണമായ സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക നമുക്ക് കഴിയുമ്പോൾ ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അവിടെയാണ് ദൈവം സന്തോഷിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം അങ്ങനെ ആവട്ടെ. എപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോഴും ഒന്നാമത് നമ്മൾ പറയണം, ദൈവമേ ഞാൻ എൻ്റെ വകയല്ല, നിന്റെ വകയാണ്. ഇതാ നിന്റെ സന്നിധിയിൽ ഞാൻ നിൽക്കുന്നു, എൻ്റെ കൈകളെ മലർത്തി നിൽക്കുന്നു, ഉന്നതങ്ങളിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി നിൽക്കുന്നു, അവിടുന്ന് കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനാ സമയം എന്താ സംഭവിക്കുന്നത്? കാലം നിത്യതയിലേക്ക് പ്രവേശിക്കുന്നു. ഈ ചരിത്രം, ഈ കാലഘട്ടം, ഈ സമയം നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ്. ഭൗമികരായ നമ്മൾ സ്വർഗീയരോടൊപ്പം ചേർന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ദൈവിക മഹത്വത്തിൽ പ്രകാശിതരായി തീരുകയാണ്. ദൈവത്തിന്റെ ശബ്ദത്താൽ നമ്മൾ അനുഗ്രഹീതരായി തീരുകയാണ്. ഇതെല്ലാം പ്രാർത്ഥനാ സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ദൈവത്തോട് കൂടെ, ദൈവഹൃദയത്തോടുകൂടെ നമ്മുടെ ഹൃദയം ചേർന്നിരിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന. ദൈവഹൃദയത്തോട് നമ്മുടെ ഹൃദയം ചേർന്നിരിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന. ഹൃദയ ഐക്യത്തിലാണ് പ്രാർത്ഥനയുടെ ശക്തിയും ഗുണവും മേന്മയും. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും ഒന്ന് വിലയിരുത്തി ചിന്തിക്കാമെങ്കിൽ ദൈവം അംഗീകരിക്കുന്നതല്ല ഇതെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അധരം കൊണ്ടുള്ള വാക്കുകളും സംസാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അത് ഹൃദയവുമായിട്ട് എത്രമാത്രം ബന്ധമുണ്ടതിന്? നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നാണോ? ഹൃദയത്തിൽ നിന്നല്ലാത്ത പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് മുമ്പിൽ അംഗീകാരമില്ല. വാ കൊണ്ട് വെറുതെ അശ്രദ്ധമായി പറയുന്നത് ദൈവം അംഗീകരിക്കലെന്ന് മാത്രമല്ല, ദൈവത്തിന്റെ ദേഷ്യവുമാണ്. ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കണം. നമ്മുടെ ചുണ്ടുകളിലും വാക്കുകളും ശബ്ദങ്ങളും ഹൃദയത്തിന്റെ ഭാഷയിൽ ആയിരിക്കണം. അപ്പൊ ഹൃദയത്തിൽ നിന്നും പ്രകടമാകാത്ത പ്രാർത്ഥന അർത്ഥപൂർണമാവുകയില്ല എന്ന് പരിശുദ്ധന്മാര് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ചുങ്കക്കാരൻ നിലവിളിച്ചുകൊണ്ട് പറയുന്നില്ലേ, നിന്റെ മുഖത്തെ അവൻ ദൈവസന്നിധിയിലേക്ക് നോക്കാൻ പോലും സാധിക്കാതെ പാപിയായനോട് കരുണ തോന്നണം നിലവിളിച്ച് പ്രാർത്ഥിക്കുക. അത് ഹൃദയത്തിന്റെ ഭാഷയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ദൈവത്തിന്റെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വെക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ ഒരു ചേർച്ച പ്രാർത്ഥനയിൽ ഉണ്ടാകാത്തിടത്തോളം കാലം നമുക്ക് പ്രാർത്ഥനയ്ക്ക് യാതൊരു ശക്തിയും ലഭിക്കുകയില്ല. പ്രാർത്ഥനയിലൂടെ ശക്തി ലഭിക്കുകയില്ല. പരിശുദ്ധ പരിമല തിരുമേനി അതായിരുന്നു ചെയ്തത്. കാന്തം ഇരുമ്പിനെ ആകർഷിച്ച് ഇരുമ്പ് കാന്തമായി തീരുന്നത് പോലെ ദൈവഹൃദയത്തോട് പരിശുദ്ധ പരിമല തിരുമേനി തന്റെ ഹൃദയത്തെ ഒട്ടിച്ചു വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവഹൃദയത്തിന്റെ ചൈതന്യം പരിമല തിരുമേനിയുടെ ഹൃദയത്തിലേക്ക് സംവേദിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ ഒരു സംവേദന പ്രക്രിയയാണ് പ്രാർത്ഥനയിൽ നടക്കേണ്ടത്. ദൈവ ചൈതന്യം നമ്മുടെ ഹൃദയത്തിലേക്ക് സംവേദിക്കുന്ന ആ ഒരു അടുപ്പത്തിലേക്ക് പ്രാർത്ഥന കൊണ്ടുവന്നെത്തിക്കുന്നില്ല എങ്കിൽ പരിമല തിരുമേനിയെ പോലെ ആയിത്തീരുവാൻ നമുക്ക് കഴിയുകയില്ല. ആത്യന്തികമായി ദൈവത്തെ പോലെ ആയിത്തീരേണ്ടവരാണ് നമ്മളെന്ന ബോധ്യം നഷ്ടപ്പെടുത്താതെ. പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത്. ഇനിയും പ്രാർത്ഥന എന്തിനാണ്? എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ. പരിമല തിരുമേനി അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഈ ലോകത്ത് ഇവിടെ എങ്ങും ആരും വരത്തില്ലായിരുന്നു.
പരമനത്തിനുമേനി സ്വന്തം ആവശ്യങ്ങൾ അന്വർത്ഥമാക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു പുണ്യഭൂമി ഇവിടെ ഉണ്ടാകത്തില്ലായിരുന്നു. സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല നമുക്ക് ഉണ്ടാവേണ്ടത്. പ്രാർത്ഥനയ്ക്ക് രണ്ട് ലക്ഷ്യമേ ഉള്ളൂ. പരിമളത്തിനുമേനി എന്താ ചെയ്തത്? ദൈവത്തിൽ നിന്ന് ഒന്നും ആഗ്രഹിച്ചില്ല. പിന്നെ ആഗ്രഹിച്ചതെന്താ? ദൈവത്തെ തന്നെ ആഗ്രഹിച്ചു. ദൈവമേ, നിന്നിൽ നിന്ന് എനിക്കൊന്നും വേണ്ട, നിന്നെ തന്നെയാണ് എനിക്ക് വേണ്ടത്. അതാണ് പരിമളത്തിനുമേനിയുടെ ശ്രേഷ്ഠമായ ദർശനം. നമുക്കെന്താണ്? നിന്നിൽ നിന്ന് എനിക്ക് വേണം, പക്ഷെ നിന്നെ എനിക്ക് വേണ്ട. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ പരാജയം. ദൈവത്തിൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും വേണം. അതിനുവേണ്ടിയാണല്ലോ നമ്മളെല്ലാം ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. പക്ഷെ ദൈവത്തെ ആർക്കെങ്കിലും വേണോ? ഏതെങ്കിലും വ്യക്തിക്ക് ദൈവത്തെ വേണോ? ആർക്കും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിതൊക്കെ കണക്ക് ഇവിടെ കൊണ്ട് തീർത്തിട്ട് നമ്മൾ പോകും. പിന്നെ ഇനി അടുത്ത വർഷം നോക്കിയാൽ മതി. അപ്പോൾ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹിക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. ദൈവമേ, നിന്നെ തന്നെയാണ് എനിക്ക് വേണ്ടത്. ആ ദൈവത്തെ സമ്പൂർണമായി നമ്മളിൽ അവകാശിക്കാൻ, അതിനുവേണ്ടിയുള്ള ഒരു പരാക്രമം, അതിനുവേണ്ടിയുള്ള ഒരു തീഷ്ണത, അതിനുവേണ്ടിയുള്ള ഒരു ആഗ്രഹം, അത് നമ്മൾ ജനിക്കുമ്പോഴാണ് നമ്മളും പുണ്യപൂർണമായ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ രണ്ട് കാര്യങ്ങൾ ലക്ഷ്യീകരിക്കണം. ഒന്ന്, പ്രാർത്ഥനയുടെ ലക്ഷ്യം നമ്മൾ നന്മയുള്ളവരായി തീരുക എന്നുള്ളതാണ്. നന്മ സ്വരൂപനാകുന്ന ദൈവത്തോട് അനുരൂപപ്പെട്ട് നമ്മൾ നന്മയുള്ളവരായി തീരുക. നിങ്ങളുടെ പിതാവ് സൽഗുണസമ്പൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണസമ്പൂർണരാകുകയും. ആ ഒരു അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നെത്തിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ പരമമായ ലക്ഷ്യം. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ്. ദൈവസദൃശരായി തീരാൻ, ദൈവിക രൂപാന്തരം പ്രാപിപ്പാൻ. ഇതിനൊക്കെയാണ് പ്രാർത്ഥന. അത് വ്യക്തി ജീവിതത്തിൽ. രണ്ടാമത്, സാമൂഹികമായി ചിന്തിക്കുമ്പം രണ്ടാമത്തെ ലക്ഷ്യം നിന്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വരണം. ഇതാണ് രണ്ടാമത്തെ ലക്ഷ്യം. അത് സമൂഹത്തിന് മുഴുവൻ, സമഗ്രമായി ഈ ലോകത്തിന് മുഴുവൻ, പ്രപഞ്ചത്തിന് മുഴുവൻ ആഗ്രഹമാണ്. നിന്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വരണം. ഇതല്ലാതെ ഒരു ലക്ഷ്യവും എനിക്കില്ല. അഭിമന്യ ഉസ്താദ് തിരുമേനി എഴുതിയ പാട്ട് ഞാൻ പറഞ്ഞില്ലേ, ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് വന്ന പാട്ടിന്റെ 2ാം സ്റ്റാൻസയാണ് മുമ്പേ പാടിയത്. 1ാം സ്റ്റാൻസ എന്ന് പറയുന്നത് ഇപ്രകാരമാണ്: പ്രാർത്ഥന കേൾക്കും പ്രാണപ്രിയനെ, യാതൊന്നും വേണ്ട നീ മതി. പ്രാർത്ഥന കേൾക്കും പ്രാണപ്രിയനെ, യാതൊന്നും വേണ്ട നീ മതി. പ്രാർത്ഥിപ്പാനേക ആഗ്രഹം രാജ്യം ഭൂവിലുമാകണം. പ്രാർത്ഥിപ്പാനേക ആഗ്രഹം നിന്റെ രാജ്യം ഭൂമിയിലും ആകണം. നിന്റെ രാജ്യം ദൈവമേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വരണമേ. ഇന്നത്തെ ലോകം അരക്ഷിതാവസ്ഥ നിറഞ്ഞ ലോകമാണ്. ഛിദ്രവാസനകൾ കൊടുകുത്തി വാഴുന്ന ലോകമാണ്. അധർമ്മം കളിയാടുന്ന ലോകമാണ്. തിന്മയുടെ തേർവാഴ്ചയുടെ വളരെയധികം ശക്തമായിക്കൊണ്ടിരിക്കുന്ന ലോകമാണ്. വിഭാഗീയതയും ഭിന്നതയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലോകമാണ്. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ശണ്ട കൂടുവാൻ തക്കവണ്ണം ഒരുങ്ങി നിൽക്കുന്ന, യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഈ കാലഘട്ടം ഈ മതത്തിന്റെയും വർണ്ണത്തിനും അതീതമായി ദൈവിക തലത്തിലേക്ക് ഉയർന്ന സ്നേഹത്തിന്റെ പാരസ്പര്യതയിൽ ഒന്നായിത്തീരുന്ന, മനുഷ്യകുലം മുഴുവനും ഒരപ്പന്റെ മക്കളായി തീരുന്ന അനുഭവത്തിലേക്ക് വളരണമെങ്കിൽ ഇതുപോലെയുള്ള ദർശനങ്ങൾ നമ്മുടെ ഉള്ളിൽ കുടികൊണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ എന്ന് പ്രത്യേകമായി ഓർപ്പിക്കട്ടെ. ദൈവമേ, നിന്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് ഉള്ളൊരുകി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. മൂന്നാമതായി, ആരോടാണ് നാം പ്രാർത്ഥിക്കുന്നത്? നമ്മൾ പറയും പിതാവാൻ ദൈവത്തോട്, കർത്താവായ യേശുക്രിസ്തുവിനോട്, ഇങ്ങനെ പല ഉത്തരങ്ങൾ പറയും. എൻ്റെ ചോദ്യം, സത്യദൈവത്തോടാണോ മിഥ്യാദൈവത്തോടാണോ? ഇതാണ് ചോദ്യം. എല്ലാവരും പറയും സത്യദൈവത്തോടാണെന്ന്. അത് പറയാത്തവരായി ആരെങ്കിലും ഒരാൾ പോലും ഇവിടെ കാണുകയില്ല എന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ തെളിയിക്കാൻ പോവുകയാണ്, നിങ്ങൾ ആരും സത്യദൈവത്തെ ആരാധിക്കാറില്ല എന്ന് തെളിയിക്കാൻ പോവുകയാണ്. ആരാണ് സത്യദൈവം? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നെന്ന് പറഞ്ഞ യേശുവാണ് സത്യദൈവം. ആ സത്യദൈവത്തെ ആരാധിക്കുന്നവരാണ് നമ്മളെന്ന് പറയുന്നു. മനുഷ്യനെ ദൈവം എപ്രകാരമാണ് സൃഷ്ടിച്ചത്? തൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ സത്യദൈവം യേശുക്രിസ്തു എന്ന് പറഞ്ഞല്ലോ. ആ യേശുക്രിസ്തു എന്താ ചെയ്തത്? സമസ്ത ലോകത്തിൻ്റെയും പാപപരിഹാരത്തിന് വേണ്ടി
ഭാരമേറിയ മലക്കുരിശും പേറിക്കൊണ്ട് കാൽവറിയിൽ യാഗമായി തീർന്നവനാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിന്റെ അനുഗാമികൾ എന്ന് പറയുന്ന നമ്മൾ പറയുന്നത് എന്താണ്? ക്രിസ്തുവിന്റെ ക്രൂശ് ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട, യേശുവിന്റെ കഷ്ടത ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട. അങ്ങനെ ക്രിസ്തുവിന്റെ ക്രൂശും കഷ്ടതകളും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന നമ്മൾ വാസ്തവത്തിൽ ആരാധിക്കുന്നത് ഈ ക്രൂശിൽ കയറി ക്രിസ്തുവിനെയാണോ? പങ്കപ്പാട് നമുക്ക് വേണ്ടി പീഡയേറ്റ ക്രിസ്തുവിനെ തന്നെയാണോ? അത് വേണ്ട എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുകയല്ലേ, നമ്മൾ അവഗണിക്കുകയല്ലേ ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് ക്ഷേമവും സുഖവും സംതൃപ്തിയും നൽകുന്ന ഒരു ദൈവത്തെയാണ്. അപ്പോൾ നമ്മുടെ ഭാവന കൊണ്ട്, നമ്മുടെ ആഗ്രഹാഭിലാഷങ്ങൾ കൊണ്ട്, നമ്മുടെ ഉദ്ദേശങ്ങൾ കൊണ്ട് നമ്മൾ തന്നെ ഭാവനയിൽ ഒരു ദൈവത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ദൈവം എന്ത് ചെയ്യണം? ഞാൻ ചോദിക്കുന്നതെല്ലാം യഥാസമയങ്ങളിൽ ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കണം. എനിക്കിപ്പോൾ കുറേയൊക്കെ ഉണ്ട്, അത് പോരാ, കുറച്ചുകൂടെ വേണം. മാത്രം പോരാ, അത് സുരക്ഷിതമായിരിക്കണം. ആരും അത് തൊടാൻ പാടില്ല. എല്ലാം സുരക്ഷിതമായിരിക്കത്തക്ക കണക്ക് മാലാഖമാർ എപ്പോഴും കാവൽ നിൽക്കണം. ഇതിനുവേണ്ടിയല്ലേ നമ്മളിവിടെ ഒക്കെ വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്. സത്യദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നു എങ്കിലും സത്യദൈവത്തിൽ നമ്മൾ ഒത്തിരി അകലെയാണ്. സത്യദൈവം ക്രൂശിൽ കയറിയവനാണ്, പീഡകളേറ്റവനാണ്, മനുഷ്യകുലത്തിന് വേണ്ടി യാഗമായി തീർന്നവനാണ്. ആ കർത്താവിനെ അനുഗമിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന നമ്മൾ ക്രിസ്തുവിന്റെ പങ്കപ്പാടുകളിൽ പങ്കാളിത്തം വഹിക്കാൻ അല്പം പോലും ആഗ്രഹിക്കുന്നില്ല. വളരെ വിദൂരമാണ്, ക്രിസ്തുവിൽ നിന്ന് വളരെ വിദൂരമാണ്. അതുകൊണ്ട് നാം സത്യദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണം എന്താ? യേശു ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളിത്തം വഹിക്കാൻ തക്കവണ്ണമുള്ള ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കർത്താവിനോട് കൂടിയായിരിക്കുന്നവരാണ്, യേശുവിനെ ആരാധിക്കുന്നവരാണ്. അല്ലാത്തിടത്തോളം ക്രിസ്തുവിനെ ആരാധിക്കുന്നവരാണ് എന്ന് പറയുവാൻ സാധ്യമല്ല. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടങ്ങൾ നമുക്ക് വേണ്ടി സഹിച്ച കർത്താവിനോട് നാം കൂട്ടാളിയായി തീരുന്നത് അവനിലുള്ള കഷ്ടതയിൽ പങ്കാളിത്തം വഹിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ട് നമ്മൾ ആരോട് പ്രാർത്ഥിക്കുന്നു? സത്യദൈവത്തോടോ മിഥ്യാദൈവത്തോടോ എന്ന് ചോദിച്ചാൽ, യഥാർത്ഥമായി ഞാൻ സത്യദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നവർ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ മാർഗം അവലംബിച്ചേ മതിയാവും. ക്രിസ്തുവിന്റെ ക്രൂശിന്റെ മാർഗം അവലംബിക്കാൻ കഴിയാത്തിടത്തോളം സത്യദൈവമാകുന്ന യേശുവിനെ ആരാധിക്കുന്നു എന്ന് പറയുവാൻ, ആത്മാർത്ഥതയോടെ പറയുവാൻ നമുക്ക് കഴിയുമോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ഗിരിപ്രഭാഷണത്തിൽ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നീതിനിമിത്തം പീഡ അനുഭവിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇതൊക്കെ കർത്താവ് പറയുന്നുണ്ട്. നമ്മളെന്ത് പറയും? അങ്ങനെയുള്ളവരെല്ലാവരും നിർഭാഗ്യവാന്മാർ എന്ന് പറയും. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ നമ്മൾ പറയുമോ? അത് ദൗർഭാഗ്യവാൻ പറയും. പീഡ അനുഭവിക്കുന്ന നമ്മൾ ഭാഗ്യവാന്മാർ നമുക്ക് പറയാൻ പറ്റുമോ? അത് ദൗർഭാഗ്യം കൊണ്ടാണെന്ന് പറയും. അതുകൊണ്ട് കർത്താവിന്റെ തത്വവും ദർശനവുമായി നമുക്ക് യാതൊരു പുലബന്ധം പോലും ഇല്ല. അങ്ങനെയുള്ളൊരു ജീവിതം നയിക്കുന്ന നമുക്ക് എങ്ങനെ യഥാർത്ഥമായി സത്യദൈവത്തെ ആരാധിക്കാൻ കഴിയും എന്ന് ചിന്തിക്കേണ്ടതാണ്. പരിശുദ്ധ പരിമല തിരുമേനി എല്ലാ മിഥ്യാ ദൈവങ്ങളെയും തകർത്ത് ദൂരത്താക്കിയ വ്യക്തിയാണ്. സത്യദൈവമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ നിലനിന്ന് ജീവിച്ച വ്യക്തിയാണ്. അഭിവന്യ ക്രിസോസ്റ്റോമസ് തിരുമേനി മെനഞ്ഞാന്ന് ഇവിടുത്തെ മീറ്റിംഗിൽ പറഞ്ഞ് കേൾക്കുകയുണ്ടായി. പരിമല തിരുമേനിക്ക് അസുഖം മൂർച്ഛിച്ച് സഹിക്കാനാവാത്ത വേദന വന്നപ്പം ചാക്കുകൊണ്ട് ചരട് പോലെ ചുറ്റി വയറ് മുറുക്കിക്കെട്ടി അട്ടയെപ്പോലെ ചുരുണ്ട് കിടന്നു. അദ്ദേഹം ദുസ്സഹമായ വേദന, വെളിയിലേക്ക് കുടൽ മുറിഞ്ഞ് രക്തം ധാരധാരയായി പൊക്കൊണ്ടിരിക്കുന്നു. ഇത്രമാത്രം അതികഠിനമായ വേദനയിൽ ജീവിച്ച വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം തൻ്റെ രോഗം മാറാൻ പ്രാർത്ഥിച്ചില്ല. മറ്റുള്ളവർക്ക് രോഗസൗഖ്യം കൊടുത്തുകൊണ്ടുമിരുന്നു. അതാണ് വിശുദ്ധന്റെ ലക്ഷണം. മറ്റുള്ളവർക്ക് രോഗസൗഖ്യം കൊടുക്കുമ്പോഴും തൻ്റെ രോഗം മാറണമെന്ന് ആഗ്രഹിക്കാത്തവനാണ് യഥാർത്ഥ വിശുദ്ധൻ. നമ്മളോ മറ്റുള്ളവർ അസുഖത്തിൽ കിടന്നാലും വേണ്ടില്ല, എൻ്റെ രോഗം മാറിക്കിട്ടണം. നമ്മൾ അശുദ്ധരാണ്, വിശുദ്ധരല്ല. അതുകൊണ്ട് പരിമല തിരുമേനിയുടെ ഈ ദർശനം വിശുദ്ധന്റെ ലക്ഷണമാണ്. ആ ഒരു ദർശനം ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയാത്തിടത്തോളം എങ്ങനെ സത്യദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കഴിയും? അതുകൊണ്ട് സത്യദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം നമുക്കിടയാവണം എന്ന് ഓർപ്പിക്കുന്നു. ഇനിയും ഒരു കാര്യം കൂടി അവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ചില കാര്യങ്ങൾ നമുക്കറിയാവുന്നത്
ഒന്ന് ഓടിച്ച് പറയുന്നു എന്ന് മാത്രം. എങ്ങനെ പ്രാർത്ഥിക്കണം? ഒന്ന്, കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കണം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. തകർന്നതും നുറുങ്ങിയതുമായ ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. 51 സങ്കീർത്തനം 17 വാക്യം. കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കണം. ഇന്ന് പ്രാർത്ഥന വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ പൂർവിക പിതാക്കന്മാർ, മാതാക്കള് ദൈവസന്നിധിയിൽ മുട്ടുമേൽ നിന്ന് ധാരധാരയായി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചതിന്റെ പരിണിത ഫലമാണ് നമുക്കെന്തെങ്കിലും ഉള്ളത്. അല്പമെങ്കിലും ആത്മീയമായിട്ടോ ഭൗതികമായിട്ടോ ഉള്ളതൊക്കെ അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. അവരെ പോലെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ സംസ്കാരം വളർത്തിയെടുക്കാതെ, അതിനെ തലമുറകൾക്ക് കൊടുക്കാതെ നാം ജീവിക്കുന്നെങ്കിൽ വരും 2-3 തലമുറ കഴിഞ്ഞ് വരും തലമുറ നമ്മളെ എല്ലാവരെയും ശപിക്കും. കാരണം ഞങ്ങളെ വളർത്തിയതിന്റെ ദോഷം ഞങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറയും. ആ ശാപം ഏൽക്കാതിരിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥന പഠിപ്പിക്കണം. പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന തലമുറകളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങൾ വളരാത്തിടത്തോളം കാലം നമുക്ക് നിലനിൽപ്പില്ല എന്നോർത്തോണം. നമ്മുടെ വരും തലമുറ നമ്മളെ ശപിക്കുമെന്നോർത്തോണം. അതുകൊണ്ട് കുടുംബത്തിൽ ഇന്നുള്ള ഈ സന്തോഷവും ആഹ്ലാദവും ഒക്കെ തിരതല്ലുന്ന സംവിധാനങ്ങളെല്ലാം പരിമിതിപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥമായി ജീവനെ നിലനിർത്തുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ സംസ്കാരം ഓരോ കുടുംബങ്ങളിലും വളർത്തിയെടുക്കാൻ കഴിയാത്തിടത്തോളം കാലം നമുക്ക് നിലനിൽപ്പില്ല എന്ന് നാം ചിന്തിക്കണം. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ ഒരു വ്യക്തമായിരിക്കുന്ന ബോധ്യം നമുക്കുണ്ടാവണം. കണ്ണീരോടെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കുഞ്ഞുങ്ങൾ കേൾക്കട്ടെ. അമ്മയുടെയും അപ്പന്റെയും കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ താഴെ വീഴുന്നത് കുഞ്ഞുങ്ങൾ കാണട്ടെ. അവരത് പരിശീലിക്കും, അവരത് ഒപ്പിയെടുക്കും. അവരുടെ തലമുറ ആ രീതിയിൽ അവർ വളരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെ വളർന്നിട്ടുള്ളവർ മാത്രമേ ഈ ലോകത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുള്ളൂ. അത് വളരെ ചരിത്രം പഠിപ്പിക്കുന്ന വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ നാം പുലർത്തേണ്ട ആ നിഷ്കർഷ, കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാവണം. രണ്ടാമതായി, ദൈവ സാന്നിധ്യ ബോധത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയണം. ഇന്ന് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ദൈവത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഒരു മാന്യനായ വ്യക്തി മുന്നിൽ നിൽക്കുമ്പോൾ അശ്രദ്ധമായി മുന്നിൽ നിന്ന് നാം സംസാരിച്ചാൽ ആ വ്യക്തിയെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ആ വ്യക്തിക്ക് എന്തോ ദേഷ്യമായിരിക്കും. നമ്മുടെയൊക്കെ പ്രാർത്ഥന അങ്ങനല്ലേ? ദൈവത്തിന്റെ സന്നിധിയിലാണ് നിൽക്കുന്നത്. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ അശ്രദ്ധയും കുരുത്തക്കേടുകളും എത്രമാത്രം ദൈവത്തെ അലോരസപ്പെടുത്തുന്നു എന്ന് ചിന്തിക്കേണ്ടതാണ്. വളരെയധികം. പ്രത്യേകിച്ച് പരിപാവനമാകുന്ന മദ്ബഹായിൽ കയറിയും പള്ളിയിൽ കയറിയും നമ്മുടെ അട്ടഹാസങ്ങളും ചിരികളും നമ്മുടെ അശ്രദ്ധകളും ഇതൊക്കെ ദൈവസന്നിധിയിലല്ലേ കഴിക്കുന്നത്? നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഒരു ചിന്തയില്ല. നമ്മളിതൊക്കെ അങ്ങ് ചെയ്യുക. പള്ളിക്കകത്ത് കയറുമ്പോഴാണ് പറയാനുള്ളത് മുഴുവൻ പറയുന്നത് അവിടെ വെച്ചാൽ വെളിയിൽ നിന്ന് പറയാൻ സംസാരിക്കാൻ ഒക്കുകയില്ല. ഇങ്ങനെ പള്ളിയെ അശുദ്ധമാക്കുകയും മദ്ബഹായെ അശുദ്ധമാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിസരബോധം എന്ന് പറയുന്നത് നമുക്ക് തൊട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ളൊരു സംസ്കാരത്തിൽ നമ്മളായിത്തീർന്നിരിക്കുക. ഇതെല്ലാം മാറണം. മാറി ദൈവ സാന്നിധ്യ ബോധത്തിൽ ഭയത്തോടും വിറയലോടും കൂടി സൂക്ഷിക്കണമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനെ അനുഭവമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കണം. ഒരിക്കൽ റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ ഒരു കത്തോലിക്കനായ ഒരു വ്യക്തി, ഒരു വിശ്വാസി അവിടെ സന്ദർശനത്തിന് പോയതാണ്. ഓർത്തഡോക്സ് പള്ളിയിലെ ആരാധനയ്ക്ക് ഒരു ഞായറാഴ്ച പോയ ഉടനെ അദ്ദേഹം ഒരു സ്നേഹിതൻ കൂടെയുണ്ട്, ഓർത്തഡോക്സുകാരൻ കൂടെയുണ്ട്. കാര്യങ്ങളൊക്കെ പറഞ്ഞു. 2-3 മണിക്കൂർ എടുക്കും ആരാധനയ്ക്ക്. കത്തോലിക്കാർക്ക് 1/4 മണിക്കൂറാകും തീരുമല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിന് വളരെ അങ്കലാപ്പായി. 3 മണിക്കൂർ എങ്ങനെ അവിടെ നിൽക്കുന്നത്? അങ്കലാപ്പോടുകൂടിയാണ് പള്ളിയിലേക്ക് പ്രവേശിച്ചത്. പള്ളിയിൽ പ്രവേശിച്ച് 1 മണിക്കൂറെ ആരാധന കഴിഞ്ഞു. അദ്ദേഹം എല്ലാം ഇങ്ങനെ കണ്ടു. അടുത്ത ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ ആളുണ്ട്. അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ആദ്യത്തെ 1 മണിക്കൂർ എനിക്ക് വലിയ അസ്വസ്ഥത തോന്നി. 2-ാമത്തെ മണിക്കൂറായപ്പോൾ അർത്ഥങ്ങളൊക്കെ കുറെ ഗ്രഹിച്ചു തുടങ്ങി. 3-ാമത്തെ മണിക്കൂറായപ്പോൾ ഞാൻ സ്വർഗത്തിലാണോ ഭൂമിയിലോ എവിടെ നിൽക്കുന്നത് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഒരു കത്തോലിക്കന്റെ സാക്ഷ്യമാണ്. ഓർത്തഡോക്സ് ആരാധനയിൽ സംബന്ധിച്ച ഒരു കത്തോലിക്കന്റെ സാക്ഷ്യമാണിത്. 1-ാമത്തെ മണിക്കൂർ എനിക്ക് വലിയ അസ്വസ്ഥതയായിരുന്നു. 2-ാമത്തെ മണിക്കൂർ അർത്ഥങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. 3-ാമത്തെ മണിക്കൂറായപ്പോൾ ഞാൻ സ്വർഗത്തിലാണോ ഭൂമിയിലാണോ എവിടെ നിന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ എത്രയോ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചവരാ, എത്രയോ ആരാധനയിൽ പങ്കെടുത്തവരാ. ഈ ഒരു അനുഭവം നമുക്കുണ്ടായിട്ടുണ്ടോ? ഞാൻ സ്വർഗത്തിലാണോ ഭൂമിയിൽ എവിടെ നിന്നെന്ന് എനിക്ക് ഓർമ്മയില്ല എന്ന് ഒരു പുരോഹിതനോ ഒരു മെത്രാപ്പൊലിത്തയ്ക്കോ ഒരു വിശ്വാസിക്കോ പറയാൻ തക്കവണ്ണം കാണുമായിരിക്കാം. പക്ഷെ ചിന്തിക്കണം, ഉണ്ടോ എന്ന്. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു സ്ഥിതിയിലേക്കുള്ള വളർച്ചയാണ് നാം ലക്ഷ്യീകരിക്കേണ്ടത്.
മൂന്നാമതായി വിനയത്തോടെ പ്രാർത്ഥിക്കണം. വിനയം, താഴ്മ, കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്ക ഭാവം, ആ ഭാവത്തോടെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞെങ്കിലേ പ്രാർത്ഥന ദൈവം കേൾക്കുകയുള്ളൂ, അംഗീകരിക്കുകയുള്ളൂ. ജാടയും ദുരഭിമാനവും പൊങ്കച്ചവും കുടുംബമഹിമയൊക്കെ കൊണ്ട് നെഞ്ചു വിരിച്ച് ദൈവസന്നിധിയിൽ ചെന്നാൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പദമായിരിക്കും ദൈവം നമ്പരാൻ ഉപയോഗിക്കുന്നത്. കേൾക്കാനൊക്കത്തില്ലെന്നേ ഉള്ളൂ. പോടാന്ന് തന്നെ പറയും. നിന്റെ അഹങ്കാരം ഇവിടെ വേണ്ടെന്ന് പറയും. അവിടെ വിനയത്തോടെ താഴ്മയോടെ ദൈവമേ ഞാൻ ഒന്നുമില്ല നിന്റെ സന്നിധിയിൽ, ആ താഴ്മയോടെ ചെല്ലുമ്പോൾ ദൈവം നമ്മളിൽ പ്രീതിപ്പെടും, സംശയമില്ല. ചരിത്രത്തിൽ നടന്നൊരു സംഭവം ഓർപ്പിക്കട്ടെ. വിക്ടോറിയ രാജ്ഞി രാജ്യം ഭരിക്കുന്ന സന്ദർഭം, രാജാവ് ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നത് രാജ്ഞിക്ക് ഇഷ്ടമല്ല. ഒരു ദിവസം മന്ത്രിസഭ കൂടിക്കൊണ്ടിരുന്നപ്പം അബദ്ധത്തിൽ ഏതോ കാര്യം പറഞ്ഞ്, അഭിപ്രായം പറഞ്ഞ് ഭാര്യയും ഭർത്താവും കൂടെ ചണ്ട കൂടാനിടയായി. ഭർത്താവ് ദേഷ്യപ്പെട്ടിറങ്ങി അങ്ങ് പോയി. മുറിയിൽ പോയി കഥ അടച്ചിരുന്നു. വിക്ടോറിയ രാജ്ഞി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഭർത്താവ് പിണങ്ങിപ്പോയിരിക്കുകയാണ്. ഉടൻ തന്നെ ഒരു പരിചാരകയും വിളിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ മുറിയിലേക്ക് ചെന്നു. അവിടെ ചെന്ന പരിചാരയോട് പറഞ്ഞു, നീ കൊട്ടു വിളിക്കാൻ പറഞ്ഞു. കൊട്ടു വിളിച്ച് ആരാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, രാജ്ഞിയുടെ പരിചാരകയാണ്, തുറക്കാൻ പറഞ്ഞു. തുറന്നില്ല. അവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അല്പം ആലോചിച്ചിട്ട് രാജ്ഞിക്ക് പിന്നെ സുബോധം ഉണ്ടായത്. കാരണം അകത്താരിയിരിക്കുന്നേ സ്വന്തം ഭർത്താവാണ്. ഇവിടെ നിന്നത് ഞാൻ രാജ്ഞിയാണ്, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപയാണെന്നുള്ള ഹുങ്കോടുകൂടി നിന്നിട്ടാണ് പരിചാരയെ വിട്ട് പൊട്ടിച്ചത്. പിന്നെ ബോധം വന്നത് എൻ്റെ ഭർത്താവാണല്ലോ അകത്ത്. പരിചാരയോട് പറഞ്ഞു, നീ പൊക്കോളാൻ പറഞ്ഞു. തന്നെത്താൻ ചെന്ന് കൂട്ടി വിളിച്ചു. കഥയെല്ലാം തുറന്നു. അകത്തേക്ക് പ്രവേശിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുശലം പറഞ്ഞ് സ്നേഹമായി. ഞാനിവിടെ പറഞ്ഞത്, ആദ്യം ചെന്നത് എങ്ങനെയാണ്? വളരെ അഹങ്കാരത്തോടെ ഹുങ്കോടെ ഞാൻ രാജ്ഞിയാണെന്നുള്ള ആ ഒരു ചിന്തയോടുകൂടിയാണ് ചെന്നത്. പക്ഷേ വാതിൽ തുറന്നില്ല. എന്നാൽ എൻ്റെ സ്വന്തം ഭർത്താവാണ് എന്ന വിനയാന്വിതമായ ഒരു ഹൃദയത്തോടെ മനസ്സോടെ ചെന്ന് കൊട്ടിയപ്പോൾ വാതിൽ തുറന്നു. വിനയത്തിൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ കവാടങ്ങൾ നമുക്കായി തുറക്കപ്പെടും, സംശയമില്ല. അല്ല നമ്മൾ ഏതൊക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് പ്രാർത്ഥിച്ചാൽ ഒരു ദൈവവും വാതിൽ തുറന്നു തരികയില്ല, നമ്മുടെ അപേക്ഷകൾക്ക് മറുപടി ലഭിക്കുകയുമില്ല. അതുകൊണ്ട് വിനയത്തോടെ ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. മറ്റൊരു കാര്യമുള്ളത്, പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായം 13 വാക്യം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. ഒരു സംഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്. പണ്ട് അടച്ചേട്ട് ചമ്മന്തി എന്ന് പറഞ്ഞാൽ വലിയമ്മച്ചിമാർക്കെല്ലാം അറിയാമല്ലോ. അടച്ചേട്ട് ചമ്മന്തി അടച്ചേട്ടിയിലേക്ക് തടി കൊണ്ടുള്ള അടച്ചേട്ടിയിൽ മുളകും ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് തവി കൊണ്ട് ഇങ്ങനെ തിരുമ്മി അതൊന്നും ശരിക്ക് കശക്കിയിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ, അന്നത്തെ നല്ല വെളിച്ചെണ്ണയല്ല, അതൊഴിച്ചിട്ട് ഒന്ന് കലക്കി കഴിഞ്ഞാൽ അതുപോലെ ടേസ്റ്റ് ഇന്നത്തെ ഒരു കറിക്കും ഉണ്ടാകില്ല. അത്ര ഭംഗിയായ ടേസ്റ്റാണ്. അത് പുഴുക്കുമൊക്കെ കൂട്ടി കഴിക്കാൻ ഇത്ര ബെസ്റ്റായിട്ടൊരു കറി വേറൊന്നുമില്ല. പക്ഷെ അന്ന് അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പ്രാരാബ്ധങ്ങളുള്ള ഒരു കാലഘട്ടമാണ്. അന്നേ അടച്ചേട്ട് ചമ്മന്തിയും പുഴുക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്നെന്തുണ്ടായിരുന്നു? പ്രാർത്ഥനയുണ്ടായിരുന്നു, നൊയമ്പുണ്ടായിരുന്നു, ഉപവാസം ഉണ്ടായിരുന്നു, ജാഗരണമുണ്ടായിരുന്നു, ആത്മതപനമുണ്ടായിരുന്നു. ഇതൊക്കെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ എന്ത് പറ്റി? ഈ മിക്സി മാക്സിയൊക്കെ വന്നപ്പം ചമ്മന്തി 1 മിനിറ്റ് കൊണ്ട് റെഡി. പക്ഷെ എന്തില്ല? പ്രാർത്ഥനയില്ല, ഉപവാസമില്ല, നൊയമ്പില്ല, ജാഗരണമില്ല, കണ്ണീരോടുള്ള പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. എല്ലാം പൊയ്മറഞ്ഞു. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിന്റെ പരമമായ പാത പിൻപറ്റുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം എന്ന് ഓർപ്പിക്കട്ടെ. ഒരു കാര്യം കൂടി അവിടെ ഓർപ്പിച്ച് നിർത്തുകയാണ്. നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. നിരന്തരമായി പ്രാർത്ഥിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ പൗലോസ് ശ്ലീഹ ഓർപ്പിക്കുന്നുണ്ട്. നിരന്തരമായി പ്രാർത്ഥിച്ചാലുള്ള അനുഭവം എന്താണ്? ഉദാഹരണം, അടുപ്പിൽ പണ്ട് വിറകാണല്ലോ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. ഇപ്പോഴല്ലേ ഗ്യാസും ഇലക്ട്രിസിറ്റി ഒക്കെ വന്നേ. ഇപ്പോൾ വിറക് കത്തിച്ച് അടുപ്പിലിട്ട് കഴിഞ്ഞാൽ കനൽ അവിടെ കിടക്കും. രാവിലത്തെ എല്ലാം ഉണ്ടാക്കിയിട്ട് പോയി ഇച്ചിരി റെസ്റ്റൊക്കെ ചെയ്ത് അല്ലെ വേറെ പുറം ജോലിയൊക്കെ ചെയ്തിട്ട് വന്നിച്ച് ഉച്ചയാകുമ്പോൾ കനൽ എങ്ങനെ ആയാലും കുറേ കല്ല് കാണും. ആ കനലിൽ ഊതി ചാരമൊക്കെ മാറി കനലിൽ ഊതി വരുന്നോണ്ടേ ഈ കനൽ കത്തി വീണ്ടും വേവിക്കാനുള്ളതൊക്കെ വെച്ച് വേവിക്കും. അപ്പോൾ അങ്ങനെ രാവിലത്തേതും ഉച്ചത്തേക്കും വൈകിട്ടത്തൊക്കെ കനൽ അവിടെ കിടക്കുന്നത് കൊണ്ട് അത് ഇങ്ങനെ കത്തിച്ച് ഭക്ഷണം പാകം ചെയ്യും. നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് കനലാണ്. ഈ കനൽ പോലെയാണ് ആത്മാവ്. ഈ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് വിട്ടിച്ച് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ വരത്തുള്ളൂ. അപ്പോഴെന്ത് പറ്റും? ഈ കനലിൽ എന്ത് പറ്റും? ചാരം അങ്ങ് മൂടും.
ചാരം മൂടിക്കഴിയുമ്പം അതിൻ്റെ വെളിച്ചം നഷ്ടപ്പെടും, അതിൻ്റെ ചൂട് നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടും. ചാരം മൂടുക മാത്രമല്ല, ഇതിൻ്റെ ശക്തി കുറഞ്ഞ് കനൽ ചെറുതായി വന്നുകൊണ്ടേയിരിക്കും. ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്ക് വെക്കാനുള്ള അവിടെ വരുന്നില്ല, വൈകിട്ടേ വരുന്നുള്ളെങ്കിൽ ഒട്ടും കനൽ കാണുകയുമില്ല. ഈ കനൽ ദൈവത്തിൻ്റെ ആത്മാവാണ്. ഈ കനൽ നമ്മുടെ പാപത്തിൻ്റെ വൈകൃത ജീവിതത്തിൻ്റെ ചാരം കൊണ്ട് മൂടിയിരിക്കുകയാണ്. ജൈനമതത്തിലാണ് തോന്നുന്നൊരു തത്വമുണ്ട്, ആശ്രവം എന്ന് പറയും. അതായത് പാപത്തിൻ്റെ പരിണതഫലമായി ഉണ്ടാകുന്ന അദൃശ്യ ആ ശക്തിയോ അണുക്കളോ ആത്മാവിനെ ചുറ്റി വലയുന്ന പ്രക്രിയയ്ക്ക് പറയുന്നതാണ് ആശ്രവം. ഇത് എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, നമ്മളും നമ്മുടെ പാപജീവിതം കൊണ്ട് ഈ കനലിനെ ചാരം മൂടിയിരിക്കുന്നത് പോലെ ഇരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതിനെ എപ്പോഴും ഊതിക്കൊണ്ടേയിരിക്കണം. ഊതിക്കൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും? ചാരം മൂടിക്കൊണ്ടിരുന്നാൽ അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വിടാതെ എപ്പോഴും ഊതിക്കൊണ്ടിരുന്നാൽ ഇത് കത്തി ജ്വലിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഊതാതെ രാവിലെ ഒന്ന് ഊതി, അല്ല വൈകിട്ട് ഒന്ന് ഊതി, 2 ഊത്ത് കഴിഞ്ഞു, പിന്നെ ഒരു ശകലം എല്ലാം കാണും, പിന്നെ ഒന്ന് ഊതി, അങ്ങ് കെടാതെ ഇരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരിക്കലും അത് പ്രോജ്വലിക്കുകയില്ല. അതുകൊണ്ട് നിരന്തരമായ പ്രാർത്ഥനയിലൂടെ, അനസ്യൂതമായ ദൈവസ്മരണയിലൂടെ, ഹൃദയത്തിൻ്റെ അൾത്താരയിൽ ദൈവസ്മരണയിലൂടെ ആ ആത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുവാൻ, പ്രകാശിപ്പിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മൾ പ്രകാശിതരായിത്തീരും. ദൈവാത്മ പ്രകാശിതരായിത്തീരും. നമ്മൾ തേജസ്സുള്ളവരായിത്തീരും. നമ്മുടെ ശരീരവും തേജസ് കൊണ്ട് നിറയും. അപ്രകാരമുള്ളൊരു ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു പരിശുദ്ധ പരിമല തിരുമേനി. നിരന്തരമായ പ്രാർത്ഥനയുടെ ഒരു ജീവിതക്രമം അനുവർത്തിച്ച് മുന്നോടിയ ആ തിരുമേനിയെ അനുസ്മരിക്കുമ്പോൾ ആ ജീവിതം നമ്മുടെ അനുഭവമാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടയാകണം എന്ന് ഓർപ്പിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. 3-ാമതായി ദർശകൻ വീണ്ടും അളന്നു, അരയോളമായി എന്നവിടെ പറയുന്നു. ഈ അരയോളം ആയി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അരകെട്ടി ശുശ്രൂഷിക്കുന്നതിനെ സംബന്ധിച്ചാണ്. ശുശ്രൂഷയാണ്. ജീവിതത്തിൽ കർത്താവായ യേശു തമ്പുരാൻ ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടിയായിരുന്നു? 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ടു സേവ് ആൻഡ് ടു സെർവ്. രക്ഷിക്കുവാനും ശുശ്രൂഷിക്കുവാനും 2 കാര്യങ്ങൾക്ക് വേണ്ടി വന്നു. ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി വന്നു. തന്റെ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ ലോകത്തിന്റെ രക്ഷയുടെ കവാടങ്ങൾ തുറന്നു കൊടുത്തു. 2-ാമതായി തന്റെ പരസ്യകാല ശുശ്രൂഷയിൽ എല്ലാവരെയും ശുശ്രൂഷിക്കാൻ വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു. മനുഷ്യ ശുശ്രൂഷിക്കപ്പെടുവാനായിട്ടല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലേക്ക് കൊടുപ്പാനും അത്രേ വന്നത് എന്ന് നാം വായിക്കുന്നുണ്ട്. ഇങ്ങനെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു ജീവിതക്രമം നാം വളർത്തിയെടുത്തേ മതിയാവും. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതം നോക്കാമെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ, ആ സാഹചര്യത്തിൽ വളരെയധികം മറ്റുള്ളവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി ത്യാഗം സഹിച്ച വ്യക്തിയായിരുന്നു പരിശുദ്ധ പരിമല തിരുമേനി. അപ്പം അങ്ങനെ അധസ്ഥിത വർഗത്തിന് വേണ്ടിയും സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയും രോഗികൾക്ക് വേണ്ടിയും വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് വേണ്ടിയും അങ്ങനെ നാനാതരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച് കഷ്ടപ്പെട്ട് പരിശ്രമിച്ച വ്യക്തിയായിരുന്നു പരിശുദ്ധ പരിമല തിരുമേനി. ആ ശുശ്രൂഷ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിത കാലഘട്ടത്തിൽ പരിശുശ്രൂഷയിലൂടെ അനേകരെ സ്വാന്തനപ്പെടുത്തിയതുപോലെ തന്റെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ലോകത്തിലുള്ള തന്നോട് അടുത്തു വന്നിട്ടുള്ള സർവർക്കും സ്വാതന്ത്ര്യം നൽകിയ ആ പരിശുദ്ധ പരിമല തിരുമേനിയെ ഓർക്കുന്ന ഈ സന്ദർഭം നമ്മുടെ ജീവിതവും അതുപോലെ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യമേകുന്നതായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരണം. അതിനുവേണ്ടി ഒരു തീരുമാനമെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം എന്ന് ഓർപ്പിക്കട്ടെ. ആത്മീയ മനുഷ്യൻ സ്വയം മറന്ന് മറ്റുള്ളവരുടെ നന്മയ്ക്കായി എപ്പോഴും പ്രവർത്തിക്കുന്നവനാണ്. ആ പ്രവൃത്തി പ്രാർത്ഥനയോടൊപ്പം ചേർന്ന് വരുമ്പോൾ അവിടെയാണ് മനുഷ്യ ജീവിതത്തിന്റെ പൂർണ്ണത കൈവരിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത് എന്ന് നാം പ്രത്യേകം ഓർക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. പരിശുദ്ധനായ പരിമല തിരുമേനി ഈ ശുശ്രൂഷാ വേദിയിൽ നിറഞ്ഞു നിന്ന് യേശുവിനെ അനുഗമിച്ച വ്യക്തിയാണ്. ഇതാണ് നമുക്കും കരണീയമായിട്ടുള്ളത് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നൊരു വാക്യമുണ്ടല്ലോ, അവരുടെ മാലാഖമാർ പിതാവാം ദൈവത്തിന്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്യമുണ്ട്. ഇതിന് ഭാഗ്യസ്മരണാനായ അഭിമന്യ ഗ്രിഗോറിയോസ് തിരുമേനി കൊടുക്കുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. അദ്ദേഹം പറയുന്നത്, ഈ മാലാഖമാരെന്ന് പറയുന്നത് ആരാണ്? നമുക്ക് എല്ലാവർക്കും ഒരു മാലാഖ ഉണ്ടെന്നാണ് ഒരു സങ്കല്പം. എന്നാൽ ഇവിടെ ഈ
തിരുമേനി വ്യാഖ്യാനം കൊടുക്കുന്നത് ഈ മാലാഖ, നമുക്ക് വേണ്ടി പിതാവിന്റെ മുഖം കാണുന്ന മാലാഖ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുടെയും പ്രതികരണമാണ്. നമ്മളിവിടെ നന്മ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവിടെ അതിന്റെ പ്രതികരണം ഉണ്ടാകുന്നു. മാലാഖ, പ്രകാശപൂർണമായ മാലാഖ ദൈവസന്നിധിയിൽ കാണും. നാം ഇവിടെ തിന്മയുടെ ജീവിതം നയിക്കുമ്പോൾ ഇതിന്റെ പ്രതികരണം അവിടെയും ഉണ്ടാകുകയാണ്. അന്ധകാര മാലാഖ അവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ദൈവത്തെ കാണുന്ന മാലാഖ നമ്മുടെ നന്മയുടെ പ്രവർത്തികളുണ്ട് പ്രകാശമാലാഖയാണോ നമ്മൾ ഉണ്ടാക്കുന്നത്, അതോ നമ്മുടെ പാപജീവിതം കൊണ്ട് അന്ധകാര മാലാഖയാണോ? നാം ഇവിടെ നിന്ന് എന്നെങ്കിലും പോയേ മതിയാവല്ലോ. ആ പോകുന്ന സന്ദർഭത്തിൽ നമ്മെ എതിരേൽക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന മാലാഖ ഏത് മാലാഖയായിരിക്കും? നമ്മുടെ നന്മയുടെ ജീവിതം കൊണ്ട്, നന്മ പ്രവർത്തികൾ കൊണ്ട് നാം സൃഷ്ടിച്ച പ്രകാശമാലാഖയാണോ ഇറങ്ങി വരുന്നത്, അതോ നമ്മുടെ പാപജീവിതം കൊണ്ട്, അന്ധകാര ജീവിതം കൊണ്ട് നാം ഉണ്ടാക്കിയ അന്ധകാര മാലാഖയാണോ ഇറങ്ങി വരുന്നത്? പ്രകാശമാലാഖ ഇറങ്ങി വരുന്നെങ്കിൽ പ്രകാശ ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. അല്ല, അന്ധകാര മാലാഖയാണ് ഇറങ്ങി വരുന്നതെങ്കിൽ അന്ധകാരത്തെ കുഴിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയുമോ? കർത്താവെ, എൻ്റെ ജീവിതം കൊണ്ട് അന്ധകാരത്തിൻ്റെ മാലാഖയെ സൃഷ്ടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് വിരാമം കുറിച്ചിട്ട് പ്രകാശമാലാഖയെ സൃഷ്ടിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ സംസ്കാരം വളർത്തിയെടുക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിൽ അടിയനെ ശക്തിയിരിക്കണമേ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന നിമിഷമായി ഈ നിമിഷം തീരണമെന്ന് ഓർപ്പിക്കട്ടെ. ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ഒരു സംഭവമാണ്. അവിടെ 10 വയസ്സുകാരൻ സാൽ എന്ന് പറയുന്ന ഒരു കുട്ടി ഹൃദ്രോഗം പിടിപെട്ടു. രോഗം മൂർച്ഛിച്ചു. അനേക വാതായനങ്ങൾ കൊട്ടി വിളിച്ചു ആ കുഞ്ഞിന് അല്പം ചികിത്സ കൊടുക്കുവാൻ. എല്ലാ വാതായനങ്ങളും കൊട്ടിയടച്ചു. ദരിദ്രത്തിൽ കഴിയുന്ന ഒരു കുടുംബമാണ്, പട്ടിണിയിൽ കഴിയുന്ന കുടുംബമാണ്. ആ കുഞ്ഞ് മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗത്യന്തരമില്ലാതെ ഒരു ഹൃദ്രോഗ വിദഗ്ധനെ പോയി കണ്ടു. അദ്ദേഹം കുഞ്ഞിനെ പരിശോധിച്ചപ്പോൾ ഉടനെ ഒരു ഓപ്പറേഷൻ ആവശ്യമുണ്ട് എന്ന് മനസ്സിലായി. ഒരാഴ്ചത്തെ മരുന്ന് കൊടുത്തിട്ട് വിട്ടു. ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ആ പ്രത്യേക ദിവസം കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഡോക്ടർ ഉത്തരവ് കൊടുത്തു ഓപ്പറേഷൻ തിയേറ്റർ എല്ലാം റെഡിയാക്കുവാൻ. എല്ലാം റെഡിയാക്കി കുഞ്ഞിനെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി മേശയിൽ കിടത്തിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ആ കുഞ്ഞിന്റെ അധരങ്ങൾ വിതുമ്പുന്നതായി ഡോക്ടർ കണ്ടു. ഏതോ പറയുവാൻ വേണ്ടി കുഞ്ഞ് ആഗ്രഹിക്കണം, പക്ഷെ സ്വരം വെളിയിലേക്ക് വരുന്നില്ല. ഇത് മനസ്സിലാക്കിയ ഡോക്ടർ ഒരു സ്ലേറ്റും പെൻസിലും കൊണ്ടുവരാൻ പറഞ്ഞു. എവിടെ നിന്ന് ഒരു സ്ലേറ്റും പെൻസിലും കൊണ്ടുവന്നു. സ്ലേറ്റ് ബലമായിട്ട് കയ്യിൽ പിടിച്ചു ഡോക്ടർ. പെൻസിൽ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോനെ, നിനക്ക് പറയാനുള്ളത് ഈ സ്ലേറ്റിൽ എഴുതാൻ പറഞ്ഞു. ആ കുഞ്ഞ് അവൻ്റെ പറയാറുന്ന കരം കൊണ്ട് ഒരു വാക്ക് മാത്രം എഴുതി വെച്ചു. എന്തായിരുന്നു അറിയാമോ വാക്ക്? എ പീസ് ഓഫ് ബ്രെഡ്, ഒരു കഷ്ണം റൊട്ടി എന്നാണ് അതിലെഴുതി വെച്ചത്. എന്താണ് ഈ കുഞ്ഞ് പറയുന്നത്? തലേ ദിവസം രാവിലെ ആ വീട്ടിൽ കഴിക്കാനൊന്നുമില്ലായിരുന്നു. ഉച്ചയായപ്പോൾ അയലത്ത് നിന്ന് കഞ്ഞിവെള്ളം വാങ്ങിച്ചു കൊടുത്തതാണ്. വൈകുന്നേരം 10 വയസ്സുകാരൻ മാണ്ട് കിടക്കുകയാണ്. അമ്മയോട് പറഞ്ഞു, അമ്മയെ വിശക്കുന്നു. പറഞ്ഞു, മോനെ, അപ്പൻ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കുകയില്ല, നിന്നെ വിളിച്ചുണർത്തി തരാമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പം വന്നപ്പോൾ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. തലേ ദിവസം പട്ടിണി കിടന്ന 10 വയസ്സുള്ള ആ പിഞ്ചോമന കുഞ്ഞിനെയുമായിട്ടാണ് ഓപ്പറേഷൻ വന്നിരിക്കുന്നത്. ആ കുഞ്ഞ് പറയുകയാണ്, ഡോക്ടറെ, എനിക്കിപ്പോൾ ആവശ്യം ഓപ്പറേഷനല്ല, എൻ്റെ കത്തിക്കാളുന്ന വയറിനൊരു കഷ്ണം റൊട്ടിയാണ് ആവശ്യം. ഇത് വായിച്ച ഉടനെ ഡോക്ടർ അന്താളിച്ചു. ഇപ്പോൾ ഭക്ഷണം കൊടുത്താൽ ഓപ്പറേഷൻ നടത്താൻ പറ്റുകയില്ല. ഉടനെ ഓപ്പറേഷൻ നടത്തിയില്ലേ കുട്ടി മരിച്ചു പോകും. എന്താ ചെയ്യേണ്ടത്? ഡോക്ടർ ഒരു തീരുമാനത്തിലെത്തി. ഓപ്പറേഷൻ നടത്താൻ തന്നെ തീരുമാനിച്ചു. കുഞ്ഞിനോട് പറഞ്ഞു, മോനെ, ഓപ്പറേഷൻ കഴിയട്ടെ, നിനക്ക് ആവശ്യമായ ഭക്ഷണം, വൈറ്റമിൻ ഗുളികൾ, പഴവർഗ്ഗങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം എന്ന് സ്വാതന്ത്ര്യപ്പെടുത്തി ആ കുഞ്ഞിനെ ഓപ്പറേഷൻ വിധേയമാക്കുകയാണ്. പ്രസിദ്ധരായ ഡോക്ടർമാരും നല്ല സജ്ജീകരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓപ്പറേഷൻ ഒരു പക്ഷേ വിജയകരമായിരുന്നിരിക്കാം. പക്ഷേ ആ 10 വയസ്സുള്ള പിഞ്ചോമൻ്റെ കണ്ണ് ഈ ലോകം കാണാൻ പിന്നെ തുറന്നിട്ടില്ല. ഈ ലോകത്തോടെ എന്നേക്കുമായി കുഞ്ഞ് വിട പറഞ്ഞു. കാരണം എന്താണ്? ഒരു കഷ്ണം റൊട്ടി കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാൻ ആളില്ലാതെ പോയി. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. നാം ജീവിക്കുന്ന ഈ ഭാരതത്തിൽ 10 ലക്ഷം കുഞ്ഞുങ്ങളാണ്, അതിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിക്കുന്നതോട് പട്ടിണി കൊണ്ട്. ലോകം മുഴുവനും അതുപോലെയുള്ള കണക്കുകൾ പറയാനുണ്ട്. അയലത്ത് പട്ടിണി കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോൾ നമുക്ക് സുഖമായി ജീവിക്കാനുള്ള അവകാശമില്ല എന്ന് നാം ഓർത്തുകൊള്ളണം. നമുക്കുള്ളത് ദൈവം തന്നതാണെന്ന് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാൻ സാധിക്കുന്ന ആ ഒരു ജീവിതം നമുക്കുണ്ടാവണം. ദൈവം തന്നതല്ലാതെ എനിക്കൊന്നുമില്ല, എനിക്ക് തന്നത് എൻ്റെ കൂടപ്പിറപ്പിന് വേണ്ടി കൂടെ ഉള്ളതാണ്, എൻ്റെ അയൽക്കാരന് വേണ്ടി ഉള്ളതാണ് എന്ന ആ ഒരു ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് പങ്കുവെക്കുന്ന ഒരു ലോകവും, പങ്കിടുന്ന ദൈവത്തിൻ്റെ പങ്കുവെക്കുന്ന ലോകം, പങ്കുവെക്കുന്ന മക്കൾ ആയി നമ്മൾ പരിണമിക്കണം. ശുശ്രൂഷാവേദി അനുഗ്രഹകരമായി കൈകാര്യം ചെയ്യുവാൻ തക്കോണം നമുക്കിടയാവണം. ദൈവമേ, പ്രാർത്ഥനയുടെ അനുഭവത്തിലൂടെ, ശുശ്രൂഷയുടെ
അനുഗ്രഹകരമായ നടത്തിപ്പിലൂടെ സമ്പൂർണ്ണമായൊരു ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് വളർന്നു കയറുവാൻ തക്കവണ്ണം ബലഹീനത ഞങ്ങളെ ശക്തീകരിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ ധ്യാനിക്കാം. ജീവിതമെന്നും ശരിയായിട്ടില്ലയോ, ജീവിപ്പിക്കോ കർത്തനെ വന്നു. ജീവനും ശക്തിയും സ്നേഹവും തന്നെന്നെ ജീവിപ്പിച്ചിടണമേ വന്നു. ജീവനും ശക്തിയും തന്നെന്നെ ജീവിപ്പിച്ച്. കാരുണ്യവാനായ കർത്താവേ, പ്രവാസികളും പരദേശികളുമായി ഈ ലോകത്തിൽ ജീവിക്കുന്ന ഞങ്ങളെ സ്വന്തം നാടിനെക്കുറിച്ചുള്ള നിരന്തരമായ അനുസ്മരണയിൽ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ നാട് ഇവിടെയല്ല എന്നും സ്വർലോകമാകുന്നു ഞങ്ങളുടെ അനശ്വര ഭവനമെന്നും മനസ്സിലാക്കി അതിനെ ഉന്നമിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ഈ ലോക ജീവിതം പ്രാപ്തമാകുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ മാധുര്യമേറിയ യേശുവേ, ജീവനുള്ള ദേവാലയമാകുന്ന ശരീരത്തിൽ ഹൃദയമാകുന്ന അൾത്താരയിൽ നിന്റെ നാമം സദായിപ്പോഴും ഉരുവിടുവാൻ, നിന്നോട് കരുണ യാചിക്കുവാൻ, നിനക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. ആയതിലൂടെ നിന്റെ നാമ ഉച്ചാരണത്തിലൂടെ നിന്റെ സ്വഭാവം ഞങ്ങളിൽ വരുവാനും നിന്റെ ശക്തി ഞങ്ങളിൽ വ്യാപൃതമാകുവാനും നിന്റെ സ്വാധീന വലയത്തിനുള്ളിൽ ഞങ്ങളായി തീരുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെല്ലാവരെയും ശക്തീകരിച്ച് സഹായിക്കണമേ. ദൈവമായ കർത്താവെ, വിശ്വാസത്തിൻ്റെ വേലിയേറ്റം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുവാൻ അവിടുന്ന് സഹായിക്കണമേ. അവിശ്വാസികളോ അല്പവിശ്വാസികളോ ആയി ഞങ്ങൾ ജീവിച്ചു പോയിട്ടുള്ളത് ഞങ്ങളോട് ക്ഷമിക്കണമേ. സമ്പൂർണമായ സമർപ്പണ ജീവിതത്തോടെ നിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ തിരുമുൽക്കാഴ്ചയായി അർപ്പിച്ച് ജീവിക്കുവാൻ പരിശുദ്ധ പരിമല പുണ്യവാളനെ പോലെ ഞങ്ങൾക്കും ഇടയാകാൻ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് പ്രീതികരമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥിക്കാൻ വേണ്ട പോലെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിന്റെ ആത്മാവിൽ പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം നിന്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നിന്റെ ഹൃദയത്തിൽ നിന്നും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് സംവേദനം ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പ്രാർത്ഥന പരിപുഷ്ടിപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. ദൈവമായ കർത്താവെ, ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾക്കായി മാത്രം ജീവിപ്പാനുള്ളവരല്ല. കഷ്ടതയിലും പ്രയാസത്തിലും ദുഃഖത്തിലും നെടുവീർപ്പിലും കഴിയുന്ന സകലർക്കുമായി ജീവിച്ച് നീ പരിസ്ഥിതി ശുശ്രൂഷകാലത്ത് ജീവിച്ച പോലെ ജീവിക്കുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ ഇതാ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. തിരഹിതം പോലെ ഞങ്ങളെ നയിക്കണമേ. ഇവിടെ നിന്ന് ഞങ്ങൾ പോകുമ്പോൾ പരിശുദ്ധ പരിമല പുണ്യവാളനെ പോലെ അവിടുത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചതുപോലെ കർത്താവെ, ഞങ്ങളുടെ ബലഹീനമായ ജീവിതത്താൽ അങ്ങയെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന ഒരു ജീവിത സംസ്കാരം ഞങ്ങൾക്ക് നീ നൽകണമേ. ഇത്രത്തോളം പരിപാലിച്ച കൃപയ്ക്കായി നിന്നെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നാഥ കൂടെ എന്നെ സഹായിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്ക് ഇപ്പോഴും എന്നേക്കും സ്തുതി സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. തിരുമേനി അവസാനം പറഞ്ഞു നിർത്തിയ സംഭവം നമ്മുടെ മനസ്സിൽ നിൽക്കട്ടെ. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാരതത്തിൽ ഒരു കുഞ്ഞുപോലും ഭക്ഷണം കിട്ടാതെ മരിക്കരുത് എന്നുള്ള ആഗ്രഹത്തിൽ സഭ നടത്തുന്ന അനേക സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളുടെ കൗണ്ടറുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. മിഷൻ ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന നമ്മുടെ സഭയിലെ ആശ്രമങ്ങളും സന്യാസിനി സമൂഹങ്ങളും നടത്തുന്ന സ്ഥാപനങ്ങൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ളത്, രോഗികൾക്ക് വേണ്ടിയുള്ളത്, അശരണരായിട്ടുള്ളവർക്ക് വേണ്ടിയുള്ളത്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ കൗണ്ടറുകൾ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാനോ സഹകരിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യവും ഉണ്ട് എന്ന് ഓർപ്പിക്കുന്നു. സഭാവക പ്രസിദ്ധീകരണങ്ങൾ, സഭയുടെ ഔദ്യോഗിക മാസികയായ മലങ്കര സഭയുടെ കൗണ്ടറുകൾ, ഇതെല്ലാം ഇവിടെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അതെല്ലാം പ്രയോജനപ്പെടുത്തണം എന്നുകൂടി സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇപ്പോൾ സെമിനാരി വിദ്യാർത്ഥികൾ ഒരു ഗാനം ആലപിക്കുന്നതും കാണിക്കെടുക്കുന്നതുമായിരിക്കും. നിങ്ങളുടെ സന്നദ്ധയിലേക്ക് ഈ പാത്രങ്ങൾ കൊണ്ടുവരുമ്പോൾ
ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണമേ എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കാം യേശു കർത്താവിനെ. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ ധ്യാനത്തോടിന്ന്. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ മോദമോടിന്ന്. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ കീർത്തനങ്ങളാ ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കാം യേശു കർത്താവിനെ. നീയൻ സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ പൂർണ്ണനാ. നീയൻ സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ഭാഗ്യവാൻ. നീയൻ സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ധന്യനാ. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കാം യേശു കർത്താവിനെ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഖിലമലങ്കര പ്രാർത്ഥനാ യോഗത്തിന്റെയും നിരണഭദ്രാസന സുവിശേഷ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ഏകദിന ധ്യാനത്തിൽ നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഈ പ്രാർത്ഥനയോഗം ഇത്രത്തോളം അനുഗ്രഹപ്രദമാക്കി തീർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രാർത്ഥനയോഗത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുകയും സാന്നിധ്യം കൊണ്ട് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും ഈ പെരുന്നാളുകൾക്ക് മുഖ്യ നേതൃത്വം വഹിക്കുകയും ചെയ്യുന്ന നിരണഭദ്രാസന അധിപനായിരിക്കുന്ന അഭിമന്യ ക്രിസ്റ്റോസ്റ്റമസ് തിരുമനസിനുള്ള നന്ദി സുവിശേഷ സംഘത്തിന്റെ പേരത്തിൽ അറിയിക്കുകയാണ്. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ധ്യാനപ്രസംഗം നടത്തി നമ്മെ അനുഗ്രഹിച്ചത് കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന അധിപനായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ യുഹാനർമ തേവോദോറോസ് മെത്രാപ്പോലിത്തയാണ്. നമ്മുടെ ഒസ്താത്യോസ് തിരുമനസിന്റെ അരുമ ശിഷ്യൻ, അനുഗ്രഹിക്കപ്പെട്ട ധ്യാനഗുരു,
പ്രസിദ്ധനായ എഴുത്തുകാരൻ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ വൻകാര്യങ്ങൾ ചെയ്യുവാനായി കൂടുതലായി എടുത്തുപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പാപാവസ്ഥയിൽ നിന്ന് വിശുദ്ധമായി ജീവിക്കേണ്ടതിന്റെ ആവശ്യകത, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ദൈവികമായ ബന്ധമുണ്ടാകണം, അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കൊണ്ട് നമ്മെ ധന്യരാക്കിയ അഭിമന്യ യുഗാനോർമ തേവോദോറോസ് മെത്രാപ്പൊലീത്തയുള്ള നന്ദി സ്നേഹവും സുവിശേഷ സംഘത്തിന്റെ പേരിൽ തൃപ്പാത്തിങ്കൽ സമർപ്പിക്കുകയാണ്. ഇതിന് സ്വാഗതം അരുളിയത് അഖില മലങ്കര പ്രാർത്ഥനയോഗം ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാന്യനായ ഗീവർഗീസ് ജോൺ അച്ഛനാണ്. അച്ഛന്റെ ശ്രേഷ്ഠമായ നേതൃത്വം ഈ പ്രാർത്ഥനയോഗത്തെ ഏറ്റവും അനുഗ്രഹപ്രദമാക്കി. അച്ഛന്റെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഈ സഭയ്ക്ക് ഏറ്റവും നല്ലതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് അച്ഛനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഈ പ്രാർത്ഥനയോഗത്തിന് നടത്തുന്നതിന് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങൾ നൽകിയത് ഈ പരിമല സെമിനാരിയുടെ മാനേജരായിരിക്കുന്ന ബഹുമാന്യനായ MC കുര്യാക്കോസ് അച്ഛനാണ്. അച്ഛനോടും സഹ മാനേജരായിരിക്കുന്ന എറമ്പച്ചന്മാരോടും ശ്രേഷ്ഠരായ വൈദികരോടും നിരണം ഭദ്രാസന സെക്രട്ടറി ആയിരിക്കുന്ന അലക്സാണ്ടർ എബ്രഹാം അച്ഛനോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഈ പ്രാർത്ഥനയോഗത്തിൽ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച ബഹുമാന്യരായ വന്യ കോറെപ്പിസ്കോപ്പ അച്ഛന്മാർ, ശ്രേഷ്ഠരായ വൈദികർ എന്നിവരുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. കടന്നു വന്ന ജനസമൂഹമേ, നിങ്ങളുടെ സാന്നിധ്യമാണ് ഈ പ്രാർത്ഥനയോഗം ഇത്രയും അനുഗ്രഹവും മംഗളകരവുമാക്കി തീർത്തത്. കടന്നു വന്ന ഭദ്രാസനങ്ങൾ, വിവിധ ഭദ്രാസനത്തിൽപ്പെട്ട ചുമതലക്കാർ, പ്രത്യേകിച്ച് നിർണ ഭദ്രാസനത്തിന്റെ സുവിശേഷ സംഘത്തിന് നേതൃത്വം നൽകുന്ന സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള വ്യക്തികൾ, എല്ലാവരോടുമുള്ള കടന്നു വന്ന എല്ലാ ജനസമൂഹത്തോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഇതിന് ഈ വിഷ്വലായി ഈ ലൈവായിട്ട് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ഗ്രിഗോറിയോൻ TVയും അതിന്റെ ചുമതലക്കാരിലുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഗാനശുശ്രൂഷ നടത്തിയ നമ്മുടെ സെമിനാരി സ്റ്റുഡൻസിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയുമാണ്. കടന്നു വന്ന എല്ലാവർക്കും ഉച്ചഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അതിലും എല്ലാവരും സ്നേഹപൂർവ്വം സംബന്ധിക്കേണ്ടതാണ്. ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. പദയാത്രക്കാരായി നമ്മുടെ ഭദ്രാസനത്തിലും അഖില മലങ്കരയിൽ നിന്ന് മുഴുവനായി കാൽനടയായി ഈ പരുമലപ്പള്ളിയിലേക്ക് 10,000-കണക്കിന് ജനവിശ്വാസികൾ കടന്നു വരുന്നുണ്ട്. കടന്നു വരുന്ന എല്ലാവർക്കും സൗജന്യമായ ആയുർവേദ ശുശ്രൂഷ ഈ പള്ളിയുടെ കിഴക്ക് വശത്ത് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനിയും നിങ്ങളുടെ പള്ളിയിൽ നിന്ന് നടന്നു വരുമ്പോൾ പദയാത്രക്കാരായ എല്ലാവരോടും ഈ സൗജന്യമായി ലഭ്യമാകുന്ന ആയുർവേദ ചികിത്സ പറയുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് സ്നേഹം ഉറപ്പിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.